ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിതാ സഹസ്രനാമത്തെ 14 അധ്യായമായിട്ട് തിരിച്ച് ക്ഷേത്രജ്ഞ യോഗം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക സംഗ്രഹം നമ്മൾ കേട്ടു. അതിലെ നാമാർത്ഥങ്ങളിലൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ നാമങ്ങൾ ഒന്ന് എന്താണ്, നമ്മൾ അതിന്റെ ഏകദേശം എന്താണ് അതിന്റെ താത്വികമായിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടെങ്കിലും നമുക്കതിന്റെ നാമാർത്ഥങ്ങളിൽ കൂടെ പോകേണ്ടിയിരിക്കുന്നു, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഇപ്പൊ 341 നാമം മുതലാണ് ക്ഷേത്രജ്ഞ സ്വരൂപം ആരംഭിക്കുന്നത്. ഇപ്പൊ ക്ഷേത്ര സ്വരൂപ, ക്ഷേത്രം സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ക്ഷേത്രം എന്ന പദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. പുണ്യസ്ഥലം, ദേവാലയം എന്ന അർത്ഥത്തിലെ കാമരൂപം, വിന്ധ്യാചലം തുടങ്ങി ദേവീ സാന്നിധ്യം കൊണ്ട് സവിശേഷങ്ങളായി അനുഗ്രഹിക്കപ്പെട്ട തീർത്ഥസ്ഥലങ്ങളെ കുറിക്കുന്നു. ആ പ്രദേശങ്ങൾ ദേവീ സ്വരൂപം തന്നെയാണെന്നും നമുക്ക് വ്യാഖ്യാനം എടുക്കാം. ക്ഷേത്ര ശബ്ദം ശരീരത്തെ കുറിക്കുന്നുണ്ട്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ ഏതത്യോ വേത്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ എന്ന് ഭഗവത്ഗീതയില് 13-ാം അധ്യായത്തിൽ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പറയുന്നത്. 36 തത്വങ്ങളോട് കൂടിയ ശരീരം ദേവി സ്വരൂപമായതുകൊണ്ട് ക്ഷേത്ര സ്വരൂപ. അപ്പോ എന്താ പറയാ, ബിഭർത്തി ക്ഷേത്രതാം ദേവി ത്രിപുരാന്തക വല്ലഭ ക്ഷേത്രജ്ഞ ത്വമജോ തത്തെ ഭഗവാനന്ദ കാന്തക. അപ്പൊ ഇത് ഭഗവാന്റെ ഭാര്യയായിരിക്കുന്ന ദേവി അല്ലെ, ക്ഷേത്രജ്ഞയായിട്ടിരിക്കുന്ന ദേവിയെ കുറിച്ച് ലിംഗപുരാണം പറയുന്നതാണ് ക്ഷേത്രത്തിന് ഉൽപ്പത്തി സ്ഥാനമെന്നും ഉൽപ്പത്തി സ്ഥാനമായതുകൊണ്ട് ഭൂമി എന്നും അർത്ഥമുണ്ട്. സർവപ്രപഞ്ചത്തിനും ഉത്പത്തി സ്ഥാനമായതുകൊണ്ട് ഭൂമി ദേവി, ഭൂമി സ്വരൂപിണി ആയതുകൊണ്ട് ക്ഷേത്രരൂപം നമുക്ക് പറയാം. അപ്പോ ക്ഷേത്ര പ്ലസ് സ്വരൂപ, ബാഹ്യപ്രപഞ്ചം സ്വരൂപമായിരിക്കുന്നവൾ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്ന നിലം. കർമ്മത്തിന്റെ വിത്ത് വിതച്ച് ഫലം കൊയ്യുന്നത് ക്ഷേത്രത്തിലാണ് അല്ലെ. അപ്പൊ ജീവികളുടെ ശരീരവും പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിൽ വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് അതിന് ദേവിയുടെ സ്വരൂപമെന്ന് സങ്കല്പിക്കാം. അപ്പോ ആ ഒരു ആദ്യത്തെ നാമം തന്നെ ദേവി ക്ഷേത്ര സ്വരൂപിണിയാണ്. ഇനി വരുന്ന നാമങ്ങളെല്ലാം തന്നെ ക്ഷേത്ര സ്വരൂപമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദേവിയുടെ ഈ ക്ഷേത്ര സ്വരൂപം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു അല്ലെ. ക്ഷേത്രം എന്നത് ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയും ക്ഷേത്രജ്ഞൻ എന്നത് ആത്മാവുമാണ്. അപ്പൊ ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് 36 തത്വങ്ങൾ കൊണ്ടാണ്. ചില തന്ത്രങ്ങളിൽ 24 പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഇതിനായിട്ട് പ്രത്യേകം ഒരു അധ്യായം തന്നെയുണ്ട്, ക്ഷേത്രജ്ഞ വിഭാഗയോഗം. അപ്പോ ഈ പറഞ്ഞ എന്താ പറയാ, ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണന് തുടക്കത്തിൽ തന്നെ ഇതേപ്പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ശരീരം തന്നെയാണ് കൗന്ദേയ ക്ഷേത്രം. ഇവിടെയാണ് കർമ്മത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതും അതിന്റെ ഫലം അനുഭവിക്കുന്നതും. ഇതിനെ രണ്ടിനെ യോജിപ്പിക്കുന്ന ചൈതന്യമാണ് ക്ഷേത്രജ്ഞൻ. ഇപ്പൊ ലിംഗപുരാണത്തിലെ ശക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പതിയായിരിക്കുന്ന ശിവനാണ് 3 പുരങ്ങളെയും ഇല്ലാതാക്കുന്ന ത്രിപുരാരി. അദ്ദേഹം തന്നെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശക്തിയാണ് 36 തത്വസ്വരൂപിണിയായിരിക്കുന്ന ക്ഷേത്രം. ക്ഷേത്രം എന്നത് ആ ഒരു പെരിഷബിൾ ആണ്, നശിക്കുന്നതാണ്. ക്ഷേത്രജ്ഞൻ അവിനാശിയാണ്, ഇറ്റേണൽ ആണ് അല്ലെ, ഒരിക്കലും നശിക്കാത്തതാണ്, ഇംപെരിഷബിൾ ആണ്. അപ്പൊ ഭഗവാൻ ക്ഷേത്രജ്ഞ യോഗം എന്നതിന്റെ പരിസമാപ്തിയിൽ പറയുന്നു, ആർക്കാണോ ക്ഷേത്രജ്ഞനെയും ക്ഷേത്രത്തെയും കുറിച്ച് നന്നായിട്ട് ഗ്രഹിക്കാൻ സാധിക്കുന്നത് അവർക്ക് ഈ പ്രകൃതി തന്നെ ആ വ്യക്തിക്ക് പൂർണ്ണ മുക്തി കൊടുത്ത് പരബ്രഹ്മത്തോട് ചേർക്കുന്നു. ദേവി ഈ രൂപത്തിലുള്ള ക്ഷേത്രമാണ്. ഈ നാമം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രോസ് ഫോംസും ദേവി തന്നെയാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത നാമം പറയുന്നത് ക്ഷേത്രേശി, ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. ക്ഷേത്ര ശബ്ദത്തിന് മുൻ നാമങ്ങളിൽ പറഞ്ഞ 2 അർത്ഥങ്ങളും ഇവിടെ യോജിക്കുന്നുണ്ട്. ക്ഷേത്രേശൻ ശിവൻ, ശിവനെ സംബന്ധിച്ചത്, ശിവശക്തി ഐക്യരൂപിണി എന്നുള്ള അർത്ഥങ്ങളിൽ ദേവിക്ക് ക്ഷേത്രേശി എന്നുള്ള നാമം. ക്ഷേത്രം ശരീരം, ശരീരത്തിന്റെ അധിഷ്ഠാത്രി എന്ന് പറയുന്നത് ആ ഒരു ക്ഷേത്രേശി. എല്ലാ പുണ്യക്ഷേത്രങ്ങളുടെയും തീർത്ഥസ്ഥാനങ്ങളുടെയും അധീശ ആയതുകൊണ്ട് ദേവിക്ക് ക്ഷേത്രേശി എന്നുള്ള പേര് ശരിക്കും യോജിക്കുന്നുണ്ട് അല്ലെ. ക്ഷേത്ര പ്ലസ് ഈശി, ക്ഷേത്രത്തിന്റെ അധീശ്വരിയായ നിയന്ത്രണ ശക്തി. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് തന്നെ നമുക്ക് എടുക്കാം. അടുത്തത് ക്ഷേത്രജ്ഞ പാലിനി. ക്ഷേത്ര പ്ലസ് ക്ഷേത്രജ്ഞ പ്ലസ് പാലിനി, ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പാലിക്കുന്നവൾ. അപ്പൊ ക്ഷേത്രം പ്രപഞ്ചം, ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ അറിയുന്നവൻ അല്ലെ, വിവിധ വിഷയങ്ങളിൽ ജ്ഞാനിയായിട്ടിരിക്കുന്നവൻ.
അപ്പൊ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവളാണെങ്കിൽ ക്ഷേത്ര സ്വരൂപമായിരിക്കുന്ന ശരീരത്തെയും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവനെയും പാലിക്കുന്നവൾ. അപ്പോ ആ ഒരു ഇന്ദ്രിയാദി സംഘാത രൂപമായിരിക്കുന്ന ശരീരമാണ് ക്ഷേത്രമെന്ന് നമ്മൾ മുൻപിലത്തെ നാമത്തിൽ കണ്ടു അല്ലേ. ഭൂമിയിൽ സസ്യങ്ങൾ എന്ന പോലെ കർമ്മഫലങ്ങൾ ആ ശരീരത്താൽ അനുഭവിക്കപ്പെടുന്നതായതുകൊണ്ട് ശരീരം ക്ഷേത്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈ ക്ഷേത്ര സജ്ഞമായിരിക്കുന്ന ശരീരത്തെ ഞാൻ എന്നും എന്റേതെന്നും ഗ്രഹിക്കുന്ന ജീവനാണ് ക്ഷേത്രജ്ഞൻ. അപ്പോ ജീവനാണ് എന്താ പറയുക ക്ഷേത്രജ്ഞൻ എന്ന് കണ്ടാൽ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ജ്ഞാനികൾ വേർതിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു എന്താ പറയാ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവ ക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർ ജ്ഞാനം തജ്ഞാനം മതം മമ എന്ന് ഭഗവത്ഗീതയില് സർവ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ സ്ഥാപിക്കുന്നുണ്ട്. ഒരേ ജീവചൈതന്യം തന്നെ വേറെ വേറെ ശരീരങ്ങളിൽ കുടികൊള്ളുമ്പോൾ അവിദ്യ നിമിത്തം ഞാൻ എന്നുള്ള ചിന്തയുണ്ടാകണമെന്നും മറ്റ് ശരീരങ്ങളിലുള്ള ജീവചൈതന്യത്തിൽ നിന്ന് ഭിന്നമാണെന്ന് ബോധം ജനിക്കുകയും ചെയ്യുന്നു. അപ്പൊ ജ്ഞാനം കൊണ്ട് അവിദ്യയെ നശിപ്പിക്കുമ്പോൾ ക്ഷേത്രജ്ഞൻ സർവ അന്തർയാമിയായ പരമചൈതന്യം തന്നെയാണെന്ന് നമുക്ക് ബോധ്യമാകും. അപ്പൊ ആ യഥാർത്ഥ ജ്ഞാനത്തെയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പൊ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റി ഭഗവത് ഗീത ആ ഒരു 13-ാം അധ്യായത്തില് വിശദമായിട്ട് ലളിതമായിട്ടും വിവരിച്ചിട്ടുണ്ട്. അത് വായിച്ച ഈ നാമത്തിന്റെ അർത്ഥം നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോ ക്ഷേത്രജ്ഞ പാലിനി. അപ്പൊ ആ ദേവിയെ തന്നെയാണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായി അല്ലേ. ക്ഷേത്രേശി. അടുത്ത നാമം ക്ഷേത്രജ്ഞ പാലിനി. അപ്പോൾ ക്ഷേത്രജ്ഞ പ്ലസ് പാലിനി. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും സംരക്ഷിക്കുന്നവൾ അല്ലെ. ക്ഷേത്രം പ്രപഞ്ചാണ്, ക്ഷേത്രജ്ഞൻ അത് അറിയുന്നതാണെന്ന് നമ്മൾ കണ്ടു. അപ്പോ ദേവി സ്ഥൂല ശരീരത്തെയും ആത്മാവിനെയും സംരക്ഷിക്കുന്നു. ക്ഷേത്രജ്ഞ പാലിനി എന്ന് പറഞ്ഞ പ്രൊട്ടക്ടർ ഓഫ് ദ സോൾ അഥവാ ശിവനെയും സംരക്ഷിക്കുന്നവൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശിവന്റെ ഭാര്യ പദവിയിൽ ഇരിക്കുന്ന ദേവിയുടെ ധർമ്മമാണ് ശിവനെ രക്ഷിക്കുക എന്നുള്ളത് അല്ലെ. ശ്രീമാത അഥവാ ജഗദംബികയായിട്ട് ആ ഒരു തന്റെ സൃഷ്ടിജാലത്തെ മുഴുവനും സംരക്ഷിക്കുന്നവൾ. അപ്പൊ അങ്ങനെ അർത്ഥം നമുക്ക് എടുക്കാം. അപ്പൊ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആ ഒരു പ്രപഞ്ച സ്ഥിതിക്ക് ആ ഒരു ദ്വൈതഭാവം ആവശ്യമുണ്ട്. ആ മായാശക്തിയായിട്ട് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും തിരിച്ചറിയുന്നതായിട്ട് ആ അവസ്ഥയിൽ അവയെ സംരക്ഷിക്കുന്നവൾ. അപ്പോൾ അതുകൊണ്ടാണ് ശിവനെ നമ്മൾ ജഗത് പിതാവും ദേവിയെ ജഗത് മാതാവുമായിട്ട് പറയുന്നത്. ഇപ്പൊ കാളിദാസൻ രഘുവംശത്തിൽ പറയുന്നു ജഗത പിതരവും വന്ദേ പാർവതി പരമേശ്വരവും എന്ന്. അപ്പൊ ആ ദേവി തന്നെ ഉണ്ടാക്കിയതെല്ലാം സംരക്ഷിക്കുന്ന ആളാണല്ലേ. അപ്പോ ദേവി തന്നെയാണ് ക്ഷയവൃത്തി വിനിർമുക്ത. അപ്പോ ക്ഷയവും ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, വൃത്തി എന്ന് പറഞ്ഞാൽ വളർച്ച. ഇത് രണ്ടും ഇല്ലാത്തവളായിരിക്കുന്ന ഒരു ശക്തിക്ക് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ, ഇതിനെ സംരക്ഷിക്കാൻ പറ്റൂ. അപ്പൊ ക്ഷയവൃത്തികളാകുന്ന ആ ഒരു ഭാവങ്ങളോട് കൂടിയ ശരീരത്തിന് അധിഷ്ഠാത്രിയാണെങ്കിലും ദേവിക്ക് ക്ഷയവും വൃത്തിയും ഇല്ല എന്നർത്ഥം. ദേവിയാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും ഉൽപ്പത്തി, വളർച്ച, നാശം എന്നിവയുണ്ട്. ദേവി ആ വികാരങ്ങൾ ഇല്ലാത്തവൾ, ശാശ്വതവും പരമവുമായിരിക്കുന്ന ആത്മചൈതന്യം എന്ന് പറയുന്നത് ദേവി സ്വരൂപമാണ്. ഇപ്പൊ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഒരു പരമാത്മ ചൈതന്യത്തിന്റെ ശാശ്വതി ഭാവത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യമേവജ നിത്യ സർവഗതസ്ഥാണുരജലോയം സനാതനഃ അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യതേ. 2-ാം അധ്യായത്തിൽ വളരെ നന്നായിട്ട് പറയുന്നുണ്ട് അല്ലേ. അതിന് പ്രത്യേകിച്ച് അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ഒന്നുകൊണ്ടും നശിക്കാത്തതായിട്ട് ആ ഒരു എന്താ പറയാ സനാതനമായിട്ടിരിക്കുന്ന ആ ഒരു ശക്തി. അപ്പൊ ക്ഷയവൃത്തി വിനിർമുക്ത, ഷീ ഈസ് ബിയോണ്ട് ഗ്രോത്ത് ആൻഡ് ഡീകേ. ഇത് എല്ലാ ജന്മം എടുത്ത ജീവികൾക്കും ബാധകമാണ്. വളരെ ഭംഗിയുള്ള അർത്ഥവത്തായിരിക്കുന്ന ഒരു നാമമാണ്. 341-ാമത്തെ നാമത്തിൽ ദേവിയെ സ്ഥൂല ശരീരമായിട്ട് കണ്ട് ക്ഷേത്ര സ്വരൂപ എന്ന് സംബോധന ചെയ്തു. ആ ഒരു 342-ാമത്തെ നാമത്തിൽ ക്ഷേത്രേശി എന്ന് പറയുന്നു. ഇനി അതിന്റെ അർത്ഥം ക്ഷേത്രജ്ഞന്റെ ഭാര്യ, ധർമ്മഭക്തി എന്നാണ് അർത്ഥം എടുക്കുകയാണെങ്കിൽ 343-ാമത്തെ നാമത്തിലെ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവളെന്നും പറയുന്നുണ്ട്. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ബോഡി ആൻഡ് സോൾ അല്ലെ.
ഈ നാമത്തിൽ പറയുന്ന ആ ഒരു ക്ഷയവൃത്തി വിനിർമുക്ത, വളർച്ചയും നാശവും ഇല്ലാത്തതെന്നർത്ഥം. ഇതാണ് ബ്രഹ്മത്തിന്റെ ഗുണങ്ങള്. ദേവിയെ ബ്രഹ്മസ്വരൂപിണി എന്ന് പറയുന്നതിന് പകരം ദേവിയുടെ പല കൃത്യങ്ങളിലൂടെ ദേവിയെ സംബോധന ചെയ്യുകയാണ്. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ ആത്മാവ്, സോൾ എന്നത് എന്തെന്നുള്ള ആ ഒരു 2-ാം അധ്യായത്തില് 23-ാമത്തെ ശ്ലോകത്തിൽ പറയണ നമ്മൾ കണ്ടു ഇല്ലേ? അപ്പൊ ആ ഒരു ആത്മാവിന് ജനനവും മരണവും ഇല്ല. ഇനി ജനിച്ചു എന്ന് പറയുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു, മരിച്ചു എന്ന് പറയുമ്പോഴും ഉണ്ട്. അപ്പൊ ശരീരത്തിനാണ് മാറ്റം സംഭവിക്കുന്നത്, നശിക്കാത്തത്, ശാശ്വതമായത്, ജന്മവും നാശവും ഇല്ലാത്തത്, അല്ലെ? ഇംപെരിഷബിൾ, ഇറ്റേണൽ, ഫ്രീ ഫ്രം ബർത്ത് ആൻഡ് ഡീക്കെ. ഇങ്ങനെ ആ ഒരു ബൃഹത്താരണ്യ ഉപനിഷത്ത് പറയുന്ന ബ്രഹ്മം എന്നത് ഇതാണ്. അപ്പൊ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ശക്തിയാണ്. നല്ലത് ചെയ്യുന്നത് കൊണ്ട് നന്നാവുകയോ ചീത്ത ചെയ്യുന്നത് കൊണ്ട് ചീത്തയാകുകയോ ചെയ്യുന്നില്ല. അപ്പോ ആ ഒരു നാമത്തിലൂടെ അടുത്ത നാമത്തിൽ എല്ലാം ക്ഷേത്രത്തെ സംബന്ധിച്ചായതുകൊണ്ട് ക്ഷേത്രപാല സമർച്ചിത. അപ്പോൾ ഈ നാമം പറയുന്നു ക്ഷേത്രപാല സമർച്ചിത, ക്ഷേത്രപാലകൻ, ആ സമ്യക് വണ്ണം അർച്ചിക്കപ്പെടുന്നവൾ. ശിവന്റെ തന്നെ മൂർത്തിയാണ് ക്ഷേത്രപാലകൻ, അല്ലെ? ദാരുകാസുരന്റെ വധത്തിന് ശേഷം കോപമടങ്ങാതെ ജ്വലിച്ച കാളിദേവിയുടെ കോപാഗ്നിയില് വിശ്വമാകെ ദഹിച്ചുവെന്ന് വന്നപ്പോ ശിവൻ ഒരു ശിശുവിന്റെ രൂപം ധരിച്ച് കാളിയുടെ മുമ്പിൽ കിടന്ന് കരയുകയും കാളി അത് കാരുണ്യത്തോടുകൂടി ബാലനെ എടുത്ത് സ്തന്യം കൊടുക്കുകയും സ്തന്യത്തോടൊപ്പം ദേവിയുടെ കോപാഗ്നിയെ ആ ശിശു പാനം ചെയ്തു എന്നും പറയുന്നു. ആ ബാലനാണ് ക്ഷേത്രപാലകൻ. ഇപ്പൊ ക്ഷേത്രപാലകനാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നുള്ള ഈ നാമത്തിന് അർത്ഥം എടുക്കാം. ക്ഷേത്ര ശബ്ദത്തില് ആ ഒരു യാഗായതനം എന്ന അർത്ഥമുണ്ട്. യാഗഭൂമി പാലിക്കുന്നതുകൊണ്ട് അർച്ചിതയായവൾ, അങ്ങനെയാണ് നമുക്ക് ഈ എന്താ പറയാ അർത്ഥം എടുക്കാം. ക്ഷേത്രത്തിന് അമ്പലം എന്നുള്ള അർത്ഥം കൽപ്പിക്കുകയാണെങ്കിൽ അമ്പലത്തിൽ പ്രതിഷ്ഠ, പൂജാ കർമ്മങ്ങൾ തുടങ്ങിയ നടത്തുന്നവരാൽ അർച്ചിക്കപ്പെടുന്നവളെന്നും നമുക്ക് വ്യാഖ്യാനം എടുക്കാം. ക്ഷേത്രപാല സമർച്ചിത, ക്ഷേത്രപാലകന്മാരാൽ വന്ദിക്കപ്പെടുന്നവൾ. ക്ഷേത്രം എന്നാൽ ശരീരം എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ പാല എന്ന് പറഞ്ഞാൽ പാലിക്കുന്നവൾ, സംരക്ഷിക്കുന്നവൾ എന്നർത്ഥം, പ്രൊട്ടക്ഷൻ. അപ്പൊ നമ്മുടെ ശരീരം സംരക്ഷിക്കപ്പെടുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്, ഇല്ലേ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഓരോ പഞ്ചഭൂതങ്ങളെയും ഓരോ ദേവതമാരായിട്ടാണ് കാണുന്നത്. ഇവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നതാണ് ഈ നാമത്തിന്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം. ഇനി ഇതിലൊരു രസകരമായിട്ടുള്ള കഥ ഈ നാമവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാളിദേവി ആ ഒരു ശിവൻ സൃഷ്ടിച്ച ദാരുകൻ എന്ന ആ അസുരന്റെ കഥയാണ്. അപ്പൊ ദാരുക നിഗ്രഹത്തിന് ശേഷം കാളിയുടെ ഉഗ്ര കോപം ശമിപ്പിക്കാന് ദേവിയിലുള്ള മാതൃത്വം ഉണർത്തിയെന്നും ശിവൻ ആ ഒരു കുഞ്ഞ് ശിവരൂപമാണെന്നും അദ്ദേഹം ദേവിയുടെ കോപത്തെ വലിച്ചെടുത്തുവെന്നും ആ ശിശുവിനെ ക്ഷേത്രപാലകനാക്കിയെന്നും നമ്മൾ കണ്ടു. അപ്പൊ കാരണം ശിവൻ ശിശുരൂപത്തിൽ വന്ന് ഈ പ്രപഞ്ചത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിച്ചു. ദേവി ഈ ക്ഷേത്രപാലകനാൽ ആരാധിക്കപ്പെടുന്നു. ഇനി പ്രധാനപ്പെട്ട യജ്ഞങ്ങൾ നടക്കുന്ന സ്ഥലത്തെയും നമ്മൾ ക്ഷേത്രം എന്ന് പറയാറുണ്ട്. അപ്പൊ യാഗഭൂമിയെ സംരക്ഷിക്കുന്ന ഈശ്വര ശക്തി ക്ഷേത്രപാലകൻ എന്ന് വിളിക്കുന്നു. ഈ ക്ഷേത്രപാലകനാൽ ആരാധിക്കപ്പെട്ട ദേവി ക്ഷേത്രപാലാർച്ചിത, അല്ലേ? അപ്പോ ആ ഒരു ക്ഷേത്രജ്ഞ പാലിനി, ക്ഷയവൃത്തി വിനിർമുക്ത, ക്ഷേത്രപാല സമർച്ചിത. അപ്പോ ആ ഒരു ക്ഷേത്രപാലകനാൽ നല്ലവണ്ണം അർച്ചിക്കപ്പെടുന്നുള്ളൂ. ഇവിടെ ക്ഷേത്രം ശരീരമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പാലിക്കുന്നത് ആത്മാവാണ്, ജീവാത്മാക്കളാൽ പൂജിക്കപ്പെടുന്നവളെന്നും അർത്ഥമെടുക്കാം. അടുത്ത നാമം വിജയ. അപ്പൊ വിജയിക്കുക ശീലമായിട്ടുള്ളവൾ, ജ്ഞാനസ്വരൂപിണി എന്നും ഈ പദത്തിന് അർത്ഥമുണ്ട്. കാശ്മീരിലുള്ള ഒരു പുണ്യ തീർത്ഥത്തിന് വിജയം എന്ന് പേരുള്ളത് എന്ന് ദേവി പുരാണം പറയണു. ഈ തീർത്ഥം സ്വരൂപമായിരിക്കുന്നവൾ വിജയ. പത്മൻ എന്ന പേരായി അസുരനെ ജയിച്ചതിനാൽ വിജയ എന്ന പേരുണ്ടായി എന്ന് ദേവി പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഒരു ശില്പശാസ്ത്ര പ്രസിദ്ധമായ ഒരുതരം പ്രസാദത്തിന് വിജയം എന്ന പേരുണ്ട്. ആ ഒരു പ്രാസാദത്തിന്റെ രൂപം ധരിച്ചവളെന്ന് വ്യാഖ്യാനമുണ്ട്. വിജയം ഒരു ശുഭമുഹൂർത്തത്തിന്റെ പേരുമാണ്. അപ്പോ എന്താ അശ്വിനി മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ദശമി നാളില് താരകോദയ സമയമാണ് വിജയം എന്ന് ചിന്താമണിയിൽ പറയുന്നുണ്ട്. ഈ മുഹൂർത്തത്തെ വിവരിക്കുന്നുണ്ട്. ആ മുഹൂർത്തം വിജയം നൽകുന്നതായതുകൊണ്ട് അതിന്റെ രൂപമായിരിക്കുന്നവൾ വിജയ എന്ന ശുഭമുഹൂർത്തത്തില് ആരാധിക്കപ്പെടുമ്പോൾ എന്നും വിജയദശമി എന്ന ശുഭദിനത്തില് പൂജിക്കപ്പെടുന്നവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ ആ ഒരു സദാ വിജയിക്കുന്നവൾ വിജയ. അപ്പൊ തന്റെ യുദ്ധങ്ങളെല്ലാം തന്നെ ആസുരിക സമ്പത്തിയോടാണ്. അസുരന്മാര് ഇല്ലേ,
ആ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവർക്കെതിരെയുള്ള യുദ്ധങ്ങളിലെല്ലാം തന്നെ ദേവി വിജയിക്കുകയാണ്. പരാജയമില്ലാത്തവൾ. ശിവന്റെ സ്നേഹത്തിന് പാത്രമായ ദേവി സദാ വിജയിക്കുന്നവളാണ്. ശിവാനുഗ്രഹം കിട്ടിയ ദേവി എന്നും വിജയിക്കുകയുള്ളൂ. ഇല്ലേ? നവരാത്രിയിലെ 10ാമത്തെ ദിവസം വിജയദശമി എന്നറിയപ്പെടുന്നു. 12 മണി സമയത്തെ ഏറ്റവും നല്ല മുഹൂർത്തമായി കാണുന്ന ഏത് സംരംഭവും തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണെന്ന് പറയാറുണ്ട്. അഭിജിത്തിൻ മുഹൂർത്തം. ഇല്ലേ? ശ്രീചക്ര പൂജയിലെ 15 തിഥിനിത്യ ദേവികളിൽ ഒരാളുടെ പേരും വിജയ എന്നാണ്. അപ്പോ വിജയ, വിമല, മാലിന്യങ്ങൾക്കപ്പുറം നിലകൊള്ളുന്നവൾ. മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താ? അവിരുദ്ധമായത്. അല്ലേ? ഇപ്പൊ വിമല, ശുദ്ധമായിരിക്കുന്നവൾ, ആ ഒരു വിഗതമായ മലത്തോടു കൂടിയവൾ. മലം എന്ന പദം ഇവിടെ അജ്ഞാനത്തെ കുറിക്കുകയാണ്. ജ്ഞാനരൂപിണി എന്നാണ് ഈ നാമത്തിന് അർത്ഥം. അപ്പൊ പുരുഷോത്തമം എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ദേവീ തീർത്ഥത്തിൽ വിമല എന്ന് പേരുണ്ട്. അവിടെ തീർത്ഥരൂപിണിയായിട്ട് സാന്നിധ്യം ചെയ്യുന്നു എന്നർത്ഥം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദേവിക്ക് വിമല എന്ന് ആ ഒരു ശില്പശാസ്ത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രാസാദത്തിന് വിമലം എന്ന് പേരുള്ളതുകൊണ്ട് ആ പ്രാസാദത്തിന്റെ രൂപത്തിലിരിക്കുന്നവൾ വിമല. അപ്പോൾ യാതൊരു അഴുക്കുകളും ഇല്ലാത്തവൾ. മലങ്ങൾ എന്ന് പറഞ്ഞാൽ അഴുക്കുകളാണ്, അല്ലെ? അജ്ഞാനം എന്ന മലത്തിൽ അവിദ്യയിൽ നിന്നുണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്തവൾ. ദേവി ജ്ഞാനസ്വരൂപിണി. അപ്പൊ അവിദ്യയിൽ നിന്നുണ്ടാകുന്ന അഴുക്കുകൾ എല്ലാത്തിനും ഒരേ അർത്ഥം തന്നെയാണ്, അല്ലെ? ആ ഒരു നിർമ്മല, നമ്മള് ദേവിയുടെ 135ാമത്തെ നാമത്തിൽ നിർമ്മലയിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിർമ്മല എന്നതിന്റെ വിപരീത പദമാണ് വിമല. അപ്പൊ മല എന്നാൽ അഴുക്കുള്ളവൾ, വിമല എന്ന് പറഞ്ഞാൽ യാതൊരു അഴുക്കുമില്ലാത്തത്. നിർമ്മല എന്ന നാമത്തിന്റെ അർത്ഥം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മലം എന്ന ഇംപ്യൂർ മാറ്ററിൽ നിന്ന് ഉണ്ടാകുന്ന അഴുക്ക് എന്നർത്ഥം. അപ്പൊ ദേവി യാതൊരു അഴുക്കുകളും ഇല്ലാത്തതാണ്. ഈ അഴുക്കുകളുടെ പ്രഭവസ്ഥാനം അഥവാ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന മനസ്സാണ്, അല്ലേ? അപ്പൊ ആ ഒരു മൈൻഡ് ആൻഡ് മാറ്റർ, മനസ്സും ശരീരവും, ഇതിൽ മനസ്സിൽ നിന്നുണ്ടാകുന്നത്, അതില്ലാത്തവൾ നിർമ്മല. ഇനി മാറ്റർ അഥവാ സ്ഥൂലത്തിൽ നിന്നുണ്ടാകുന്നത്, ഇല്ലാത്തത് വിമല. മനസ്സും ദ്രവ്യവും ശക്തി തന്നെയാണ്, അല്ലെ? അപ്പൊ മലം എന്നാൽ ആ ഒരു സെൻസ് ഓഫ് ആ ഒരു ഇംപെർഫെക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ഇഗ്നോറൻസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആത്മാവിന്റെ അല്ല, മനസ്സിൽ തോന്നുന്നതാണ്. അപ്പൊ ഈ ആത്മാവിനെ മറച്ചുകൊണ്ട് ഉള്ള തെറ്റായിട്ടുള്ള ധാരണ ആത്മാവിന്റെ വികാസത്തെ തടയുന്നത്. അപ്പൊ ഈ അജ്ഞാനം ഉണ്ടാകുന്നത് ഈഗോ അല്ലെങ്കിൽ ഈ അഹങ്കാരം എന്ന് പറയുന്ന ആണവ മലം കൊണ്ടാണ്. ഈ നാമം പറയണം, നമ്മുടെ മമത്വം സ്ഥൂലത്തോടുള്ളതെല്ലാം തന്നെ അഹങ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് നേടിയാല് ജ്ഞാനം ഉണ്ടാക്കാം. അവിദ്യ കൊണ്ടുണ്ടാകുന്ന ഈ മലം അഥവാ അറിവില്ലായ്മ, കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അഴുക്ക്, അവിദ്യ, അന്ധകാരം ഇവയെല്ലാം തന്നെ മനുഷ്യനെ പ്രതികൂലമായിട്ട് അറിവ് ഇല്ലാതെ ആ അറിവിന്റെ ആ ഒരു തടസ്സമായിട്ട്, അതായത് ആത്മലാഭത്തിന് തടസ്സമായിട്ട് നിൽക്കണു. ഈ അന്ധകാരമാകുന്ന അവിദ്യയെ ഇല്ലാതാക്കണമെങ്കിൽ സദാ വെളിച്ചമായിരിക്കുന്ന ദേവിയെ നമ്മൾ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിക്കണം. അപ്പോ മാത്രമേ നമ്മുടെ അജ്ഞാനം മാറിക്കിട്ടുള്ളൂ. അടുത്ത നാമം വന്ധ്യ, വന്ദിക്കപ്പെടാൻ യോഗ്യതയുള്ളവൾ, അല്ലെ? വന്ദാരുജന വത്സല, വന്ദിക്കുന്ന ഭക്തജനങ്ങളില് വാത്സല്യമുള്ളവൾ. അപ്പോ സർവരാലും വന്ദിക്കപ്പെടുന്ന ദേവി, അല്ലെ? വന്ദിക്കുന്ന ജനങ്ങളിൽ വാത്സല്യമുള്ള ദേവിയാണ്. ഇത് രണ്ടും നമുക്ക് ചേർത്ത് പറയാം. വന്ദിക്കപ്പെടേണ്ടവൾ വന്ധ്യ. നമ്മൾ ഒരാളെ ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ആരാധിക്കാൻ തുടങ്ങും, അല്ലെ? ആ വ്യക്തിയെ കുറിച്ച് കൂടുതലൊന്നും അറിയാതെ തന്നെ. ഇത് സംഭവിക്കുന്നത് ആ വ്യക്തി പ്രകൃതിയിൽ നിന്ന് ആ ഒരു ഡിവൈൻ എനർജി ആവാഹിച്ച് അത് ആ വ്യക്തിയുടെ ശരീരത്തിൽ സ്പന്ദനങ്ങളായിട്ട്, വൈബ്രേഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ്. ഈ വൈബ്രേഷൻസ് എല്ലാം തന്നെ സാധാരണയായിട്ട് സഹസ്രാര ചക്രത്തിലെ ബൈന്ധവ സ്ഥാനത്തിലൂടെയാണ്. അതായത് ആ ഒരു മെഡുല്ല ഒബ്ലങ്കേറ്റ എന്നൊക്കെ നമ്മൾ പറയുന്ന തലയുടെ പുറകുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗം. ആജ്ഞാചക്രവും ദ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന തലയുടെ പുറകിലത്തെ ചക്രവും ഒരു നേർരേഖയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് തന്റെ ആജ്ഞാചക്രത്തിലൂടെ ഉള്ളിലോട്ട് നോക്കാൻ സാധിച്ചാൽ ആ ഒരു പീനിയൽ ഗ്ലാൻഡിലൂടെ ആ എനർജി കടന്നു പോകും. പിന്നീട് ശിരസിന്റെ പുറകുഭാഗത്തുള്ള ശിരോചക്രത്തിലൂടെ കടന്നുപോയി സൂക്ഷ്മ ശരീരം അഥവാ ആ ഒരു എന്താ പറയാ ബയോപ്ലാസ്മ ബോഡിയെ ശുദ്ധീകരിക്കുന്നെന്ന് പറയണു. അപ്പൊ ഇത് വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി മാത്രമല്ല, ആ വ്യക്തിക്ക് സിദ്ധികള്, അല്ലെ, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ ലഭിക്കും. ഇപ്പൊ എല്ലാ ശക്തികളുടെയും പ്രഭവസ്ഥാനം ആരാണ്? ദേവിയാണ്. ദേവി എന്റെ ശക്തി മുഴുവൻ ആർജിക്കുന്നത് ശിവനിൽ നിന്നാണ്. ആ ശക്തിയാണ് ഈ പ്രപഞ്ച നിർമ്മാണത്തിനും ആ ഒരു പരിപാലനത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. വന്ദാരുജന വത്സല. അപ്പൊ ഇത് ആ നാമത്തിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ നാമത്തിന്റെ തുടർച്ച ഭക്തരെ വളരെയധികം ഇഷ്ടമാണ് ദേവിക്ക്, അല്ലേ?
ഒരമ്മയ്ക്ക് തന്റെ മക്കളെ പോലെയാണ് ദേവിക്ക് തന്റെ സൃഷ്ടിജാലങ്ങളെല്ലാം. ദേവിയുടെ സ്നേഹമാണ് ഒരു പൂവിന്റെ സുഗന്ധം പോലെ ഓരോ ജീവികളിലും പ്രവഹിക്കുന്നത്. അപ്പൊ ദേവിയുടെ ഈ മാതൃത്വ സ്നേഹം കൊണ്ട് കൂടിയാണ് വിമല എന്നുള്ള നാമത്തിൽ ദേവി അറിയപ്പെടുന്നത്. ഇത് നമുക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അനുഭവമാണ്, അല്ലേ? നമ്മൾ വളർത്തുന്ന ഒരു നായയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിനോടൊരു സ്നേഹം ഉണ്ടാകണം. അത് ശരീരത്തിലൂടെ പ്രവഹിച്ച് പുറത്തേക്ക് വരണു. ഇത് നായ തിരിച്ചറിയണു. എന്നിട്ട് അതിന്റെ സ്നേഹം അത് വാലാട്ടി പ്രകടിപ്പിക്കണം, അല്ലേ? അപ്പൊ ഏത് കാര്യവും നമ്മുടെ ഉള്ളിലൊരു വികാരമായിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നർത്ഥം. അതുപോലെ ദേവി നമ്മളെ ആ ഒരു പരിപാലനം ചെയ്യുന്നു. സ്നേഹത്തോടു കൂടിയാണ് അമ്മ നമ്മളെ പരിപാലനം ചെയ്യുന്ന. ദേവി ആരാണ്? വാഗ്വാദിനി. അപ്പോ വാക്ക പ്ലസ് വാദിനി, വാക്കിന് അധിഷ്ഠാനമായിരിക്കുന്നവൾ. വാഗ് എന്ന് പറഞ്ഞാൽ വാക്ക്, വാദിനി എന്ന് പറഞ്ഞാൽ വാദിക്കുന്നവൾ, വധിക്കുക എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിക്കുക. ആ ദേവി തന്നെയാണ് വാമകേശി വന്യമണ്ഡലവാസിനി. വാമകേശി എന്ന് പറഞ്ഞാൽ വാമക പ്ലസ് ഈശി, മനുഷ്യന് അധീശയായിട്ടുള്ളവൾ. വാമക പ്ലസ് ഈശ, വാമകൻ മനുഷ്യൻ, ഈശി എന്ന് പറഞ്ഞാൽ ഈശ്വരി. അപ്പൊ ആ ദേവി വന്യമണ്ഡല വാസിനി. ഈ 3 നാമങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം. കാരണം വന്നി പ്ലസ് മണ്ഡല പ്ലസ് വാസിനി, പ്രാണോർജത്തിൽ വസിക്കുന്നവൾ. വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി, മണ്ഡലം എന്ന് പറഞ്ഞാൽ മേഖല. പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്ന ഊർജമാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നായിരിക്കുന്ന അഗ്നി അല്ലെങ്കിൽ തേജസ്. ആ അഗ്നിക്കുള്ളിലും അമ്മ വ്യാപിച്ചിരിക്കുന്നു. സ്ഥൂലവും സൂക്ഷ്മമായിരിക്കുന്ന എല്ലാ അഗ്നികളിലും അമ്മ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ ആ വാഗ്വാദിനി എന്നുള്ള നാമം, വാക്കുകൾ കൊണ്ട് വാദം നടത്താൻ ശക്തി നൽകുന്നവൾ, വാക് രൂപേണ എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ദേവിക്ക് വാഗ്വാദിനി എന്ന പേരുണ്ടായതിനെ കുറിച്ച് ഐതിഹ്യ രൂപത്തിൽ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ഒരിക്കലെ ത്രിമൂർത്തികളും സമസ്ത ദേവസമൂഹവും ചേർന്ന സദസ്സിൽ വെച്ച് അധർമ്മത്തെ എന്നേക്കുമായി നശിപ്പിക്കാൻ ദേവന്മാര് തീരുമാനിച്ചുവെന്നും അതിനായി ആയുധപാണിയായി ഒരുങ്ങിയ ദേവന്മാരെ നീല സരസ്വതി എന്ന മഹാദേവി തടഞ്ഞുവെന്നും ധർമ്മത്തിന് കാലദേശാദികളുടെ വിപര്യം കൊണ്ട് ഉണ്ടാകുന്ന രൂപഭേദം മാത്രമാണെന്നും അതിനെ ആയുധം കൊണ്ട് നശിപ്പിക്കാനാവില്ലെന്നും ദേവി ഉപദേശിച്ചു. അധർമ്മത്തെ നശിപ്പിക്കാൻ കൂട്ടായ ചർച്ച അഥവാ വാഗ്വാദമാണ് ദേവി പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത്. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ ദേവന്മാര് ദേവിയെ വാഗ്വാദിനി എന്ന് സ്തുതിച്ചു. ഈ പക്ഷത്തില് ആ ഒരു നീല സരസ്വതിയായിരിക്കുന്ന ദേവി മൂർത്തമാണ് വാഗ്വാദിനി. നമോ നമോ ലോക ഗുരുപ്രധാനെ, നമോ നമസ്തേ അഖില വാഗ്ഭൂതിയെ, നമോസ്തു ലക്ഷ്മിയെ ജഗദേക തുഷ്ടിയെ, നമോ നമശാംഭവി സർവശക്തിയെ എന്ന് ലളിതോപാഖ്യാന അന്തർഗതമായിട്ടുള്ള ലളിതാ സ്തവരാജം പറയണു. അപ്പൊ ശബ്ദാനാം ജനനി ത്വമേവ ഭുവനെ വാഗ്വാദിനി ഇത്യുപാസതേ എന്ന് ലഘുസ്തവവും പറയുന്നുണ്ട്. അപ്പോ വാക്കുകൾക്ക് അധിഷ്ഠാന രൂപിണിയായിരിക്കുന്നവൾ വാഗ്വാദിനി. അപ്പോ വാമകേശി എന്ന് പറഞ്ഞാല് നമ്മള് വാമമായ മനോഹരമായിട്ടുള്ള കേശമുള്ളവൾ, വാമകേശന്റെ ശിവന്റെ പത്നി എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. വാമകേശനാൽ അരുളി ചെയ്യപ്പെട്ട ആ ഒരു യന്ത്രം വാമകേശം, ഇതില് പ്രതിപാദിച്ചിട്ടുള്ളവൾ, അങ്ങനെ രൂപമായിട്ടിരിക്കുന്നവൾ വന്യമണ്ഡലവാസിനി. അപ്പൊ വന്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ, വന്യമണ്ഡലം എന്ന പദം കൊണ്ട് ആ ഒരു സോമ സൂര്യാഗ്നി മണ്ഡലം 3നെയും കുറിക്കുന്നുവെന്ന് ഭാസ്കരാചാര്യർ പറയുന്നുണ്ട്. കാരണം ശ്രീചക്രം സോമ സൂര്യ വന്യമണ്ഡലമായതുകൊണ്ട് അതിൽ സ്ഥിതി ചെയ്യുന്നവൾ. ശരിക്കും പറഞ്ഞാൽ ശ്രീചക്രം എന്നത് ആ ഒരു അഗ്നി സോമാത്മകമാണ്. പ്രപഞ്ചവും അഗ്നി സോമകാത്മകം തന്നെയാണ്. അഗ്നി ചന്ദ്രസ്വരൂപമാണ്. അഗ്നിചന്ദ്ര രൂപിയായിരിക്കുന്ന സൂര്യൻ അഗ്നിയിൽ അന്തർഭവിച്ചിരിക്കുന്നു. 3 മണ്ഡലങ്ങളോട് കൂടിയ ശ്രീചക്രം, അത് ചന്ദ്ര സൂര്യാഗ്നി സ്വരൂപമാണ്. ശ്രീചക്രത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ത്രികോണചക്രവും ബിന്ദുചക്രവും ചക്രസംബന്ധികൾ തന്നെയാണ്. അഷ്ടകോണ ചക്രം ചന്ദ്ര സൂര്യ സ്വരൂപമാണ്. അപ്രകാരം ദശകോണങ്ങൾ രണ്ടും ചന്ദ്രമയമാണ്. ആ ഒരു ചതുർദശാരം അഗ്നിരൂപമാണ്. 4 വൃത്ത ചക്രങ്ങളെല്ലാം സൂര്യസ്വരൂപങ്ങളാണ്. ആ ഒരു ഇന്ദ്രാദി ദേവന്മാര്, അഷ്ടവസുക്കള്, മരുത്തുക്കള് അവരുടെ സ്ഥാനം പ്രാപിച്ചത് ഈ ചക്രവിദ്യയുടെ പ്രസാദം മൂലമാണ്. ഈ ലോകത്തില് ആ ഒരു സമൃദ്ധിമാനന്മാരായിട്ടുള്ളത് എല്ലാം തന്നെ ത്രിപുര സേവകരാണെന്ന് പറയണു. അപ്പൊ ശ്രീചക്രത്തിന്റെ 3 പുരങ്ങള് ചന്ദ്ര സൂര്യാഗ്നി സ്വരൂപങ്ങളാണ്. അപ്പൊ ശ്രീചക്രം മഹാലക്ഷ്മിയുടെ വാസഗ്രഹമാണ്.
അതിൽ തന്നെയാണ് സദാശിവനും വസിക്കുന്നത്. സൗന്ദര്യ ലഹരിയുടെ ആ ഒരു ലക്ഷ്മീധര വ്യാഖ്യാനത്തിൽ നിന്ന് ഉദ്ധരിച്ച ഈ ഭാഗം വന്യമണ്ഡല വാസിനി എന്നുള്ള പദത്തെ ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള ആശയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പിണ്ടാണ്ടസ്ഥമായിരിക്കുന്ന ആധാര ചക്രങ്ങളെയും സൂര്യ ചന്ദ്ര വന്യമണ്ഡലങ്ങളായിട്ട് വിരാജിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലും വന്യമണ്ഡല വാസിനി എന്നുള്ള പദത്തെ നമുക്ക് കാണാം. അപ്പൊ ആധാര ചക്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂലാധാര ചക്രങ്ങളിൽ എന്ന പോലെ പരാകാശത്തിലും സൂര്യ ചന്ദ്ര വന്യമണ്ഡലങ്ങൾ ഉണ്ടോ എന്ന് പറയുന്നു. അവയിൽ അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവളെന്ന് അർത്ഥം എടുക്കാം. അപ്പോ വാക് സ്വരൂപിണിയായിരിക്കുന്ന ദേവി എന്താ പറയാ വാക്കായിട്ട് പുറത്തു വരാൻ കാരണമായിട്ടിരിക്കുന്നവൾ സരസ്വതി ദേവി തന്നെയാണ്. അപ്പൊ നമ്മൾ വാഗ്ദേവി എന്ന് പറയുന്ന ഈ നാമം പറയുന്ന സരസ്വതി ദേവി, വാക് സ്വരൂപം ലഭിച്ചത് ദേവിയിൽ നിന്നാണ്. അക്ഷരങ്ങളെ വാക് ശക്തിയൊക്കെ ദേവി സരസ്വതി ദേവിയാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ദേവി വാക്കിന്റെ പ്രഭവസ്ഥാനം. അതുകൊണ്ട് വാഗ്വാദിനിയായിരിക്കുന്ന ദേവി വാമകേശ്വരന്റെ ഭാര്യയായിരിക്കുന്ന വാമകേശിയാണ്. ശൈവ സിദ്ധാന്ത പ്രകാരം ശിവൻ 28 തന്ത്രങ്ങൾ നിർമ്മിച്ചുവെന്നും പ്രപഞ്ചരക്ഷയ്ക്കായിട്ട് നൽകിയെന്നും അതിൽ ഒരെണ്ണം വാമകേശ്വര തന്ത്രം എന്നറിയപ്പെടുന്നു. അല്ലെ, ഇതില് ദേവിയെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടതെന്നുള്ള വിഷയം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവി വാമകേശി എന്നറിയപ്പെടുന്നു. വാമക എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് അർത്ഥം. ശിവനാണ് പുരുഷന്മാരിൽ ഏറ്റവും ഉയർന്ന പുരുഷൻ, ഈശ്വരൻ അല്ലെ. അതുകൊണ്ട് ശിവനെ നമ്മൾ വാമകേശ്വരൻ എന്ന് പറയാണ്. വാമക പ്ലസ് ഈശ്വര വാമകേശ്വര. ശിവപത്നി വാമകേശ്വരി. അപ്പൊ ഭൈരവനും ഭൈരവിയും പോലെ. ലളിതാ സഹസ്രനാമത്തിലെ വാമകേശ എന്ന് തുടങ്ങുന്ന 2 നാമങ്ങളുണ്ട്. ആദ്യത്തെ ഈ നാമം വാമകേശി എന്നതും മറ്റത് 945 നാമം വാമകേശ്വരി എന്നതും. അപ്പൊ വാമ എന്നതിന് ധാരാളം അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനോഹരം, ശിവ, ദുർഗ, ലക്ഷ്മി, സരസ്വതി. ഇപ്പൊ അതീവ സുന്ദരിയായിരിക്കുന്ന സ്ത്രീ, ഭാര്യ, ഇടത് ഭാഗം എന്നൊക്കെ പറയാം. ഇപ്പൊ കേശം എന്നാല് തലമുടി. ഇപ്പൊ ഈ നാമം ദേവിയുടെ മനോഹരമായ തലമുടിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. പക്ഷെ ഈ അർത്ഥം ഇതിന്റെ മുന്നിലും അടുത്തതായി വരുന്ന നാമവുമായിട്ട് യോജിക്കുന്നില്ല. ഇപ്പൊ വാഗ്വാദിനി എന്ന നാമം സരസ്വതി ദേവിയാണെന്നും 352 നാമമായിരിക്കുന്ന വന്യമണ്ഡല വാസിനി ദുർഗയാണെന്നും എടുത്താല് വാമകേശി മഹാലക്ഷ്മിയാണെന്ന് പറയാം. ഇനി 945 വാമകേശ്വരി എന്നുള്ള വാമകേശ്വര തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട നാമമാണ്. ഈ തന്ത്രം എന്ന് പറയുന്നത് 65 തന്ത്രമായിട്ട് പറയുന്നുണ്ട്. 64 തന്ത്രങ്ങൾ ഈ സഹസ്രനാമത്തിൽ 236 നാമമായിരിക്കുന്ന ചതുഷ്ഷഷ്ടി കലാമയി എന്നുള്ള നാമത്തില് സൗന്ദര്യ ലഹരിയിലെ 31 ശ്ലോകത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശ്രീവിദ്യ ഉപാസനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്ര ശാസ്ത്ര ഗ്രന്ഥമാണ് വാമകേശ്വര തന്ത്രം. ദേവിയുടെ ആന്തരിക ഉപാസനയെ കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഇപ്പൊ വാമകേശ്വരി ഉള്ളത് ഈ പ്രപഞ്ചത്തിന്റെ പ്രഭവ സ്ഥാനമാണ്. ഇപ്പൊ ശക്തി ശിവനോട് ചോദിക്കുന്നു വാമകേശ്വര തന്ത്രത്തിൽ, അല്ലയോ ഭഗവാനെ, അങ്ങ് എനിക്ക് 64 തന്ത്രങ്ങൾ ഉപദേശിച്ചു തന്നു, പക്ഷെ 64 വിദ്യകളെ കുറിച്ച് ഒന്നും പറഞ്ഞു തന്നില്ല. അപ്പൊ ശിവഭഗവാൻ പറയണു, അത് ഇന്ന് വരെ പുറത്തു വിട്ടിട്ടില്ല, പരസ്യമായി തന്നെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെയാണ് ശിവൻ ഈ തന്ത്രത്തെ കുറിച്ച് ദേവിയോട് പറഞ്ഞത്. ഈ തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ അതീവ സൂക്ഷ്മ രൂപത്തിൽ, അതായത് സട്ടിൽ ഫോമിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹ്രീംകാരം എന്ന ബീജത്തെ എടുക്കുകയാണെങ്കിൽ അതിലൊരു സംരക്ഷണ വിദ്യയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ സംരക്ഷിക്കുന്നത് ശിവൻ, അഗ്നി, മായ, ബിന്ദു. ഈ ദേവീ ദേവന്മാരുടെ ബീജാക്ഷരങ്ങളെ അറിയാത്തവർക്ക് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ബീജത്തെ അറിയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശിവബീജം എന്ന് പറയുന്ന ഹകാരം, അഗ്നിബീജം രകാരമായ ബീജം, ഈ എന്ന് പറയുന്ന റൂട്ട് ഓഫ് കാമകല ഈംകാരം, പിന്നെ ബിന്ദു എന്ന ശൂന്യം, ഒരു പൊട്ട് അല്ലെ. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഹ്രീംകാരം ഉണ്ടായതെന്ന് പറയണു. ഇതിനകത്ത് ശിവൻ വളരെയധികം പ്രചരിച്ചിട്ടില്ലാത്ത ബീജങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ വളരെയധികം ശക്തിയുള്ളതാണ്. ഇനി വാമ എന്നാൽ ദേവിയെ വാമമാർഗത്തിലെ ഇടത് രീതിയിൽ ഉപാസിക്കുന്നതെന്ന് അർത്ഥമുണ്ട് ഇല്ലേ. ആ ഒരു 946 നാമത്തിൽ പറയുന്ന പഞ്ചതത്വങ്ങൾ പിന്തുടരുന്നില്ല. യജ്ഞപ്രിയ, ഇതും വാമമാർഗത്തിൽ അവർക്ക് ദേവിയാണ് ഏറ്റവും ഉയർന്ന തലം. ദേവി വാമകേശ്വരി എന്നുള്ള നാമത്തിൽ അറിയാൻ കാരണം ഈ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ ശിവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്നത്. അപ്പം യാതൊരു ഉപാധിയുമില്ലാത്ത ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ചം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു റിവേഴ്സ്, അതായത് റിവേഴ്സ് ആ ഒരു കോൺഷ്യസ്നെസ് ഓഫ് ഡിഫറൻസ് എന്ന് നമുക്ക് പറയാം.
അപ്പോ ദേവി വന്യമണ്ഡലവാസിനി. അപ്പൊ ദേവി അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നു. വന്നി എന്നാൽ അഗ്നി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഈ മണ്ഡലം മൂലാധാര ചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആകാശം അഥവാ ആ ഒരു ഈതർ സ്റ്റേറ്റ് ഇപ്പൊ മൂലാധാരിക നിലയ എന്നതില് ദേവി ഏറ്റവും താഴത്തെ ചക്രത്തിൽ സ്ഥിതി ചെയ്യണു എന്ന് പറഞ്ഞു. ഇനി ആകാശ തത്വത്തിലും ദേവി വസിക്കണമെന്ന് പറയാൻ കാരണം ആ ഈതർ സ്റ്റേറ്റിലും അഗ്നി ഉണ്ടെന്നുള്ള തത്വത്തെ ആധാരമാക്കിയിട്ടാണ്. ഇനി വന്നി എന്നത് 3 എന്നും അർത്ഥമുണ്ട്. ഈ 3 നട്ടല്ല എന്നുള്ള സുഷുമ്നയില് ചന്ദ്രൻ താഴെ, സൂര്യൻ, പിന്നെ അഗ്നി, ഇങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രമണ്ഡലം സഹസ്രാരത്തിലും സൂര്യമണ്ഡലം അനാഹത ചക്രത്തിലും ആ ഒരു അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് മൂലാധാരത്തിലും സ്ഥിതി ചെയ്യണു. ഈ 3 രൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ് എന്നർത്ഥം. ഇപ്പൊ പഞ്ചദശാക്ഷരി മന്ത്രത്തിന് 3 കൂടങ്ങളാണെന്നും ദേവി സദാ വസിക്കുന്നത് ഈ മന്ത്രത്തിലാണെന്നും സാരം. ഇതുകൊണ്ട് തന്നെയാണ് പഞ്ചദശി മന്ത്രത്തിനെ മന്ത്രരാജം എന്നറിയപ്പെടുന്നത്. വന്യമണ്ഡലവാസിനി ആ ദേവി ആരാണ്? ഭക്തിമത് കൽപ്പലതിക. കൽപ്പവൃക്ഷം എന്നുള്ളത് ഒരു ദേവവൃക്ഷമാണ് അല്ലെ? കൽപ്പതരു. അതിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുമെന്ന് പുരാണം. ഇതുപോലെ ദേവിയെ സമാശ്രയിക്കുന്നവർക്ക് എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന വരദായിനിയാണ് ദേവി. ലതിക എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്നർത്ഥം. ഇതിനർത്ഥം ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ദേവിയെ ഉപാസിക്കുന്നവരാൽ നിറഞ്ഞിരിക്കണു എന്ന അർത്ഥം എടുക്കണം. ഇനി കൽപ്പ എന്നതിന് ആ ഒരു ഇംപെർഫെക്ഷൻ എന്ന അർത്ഥം എടുക്കാം. കാരണം ദേവിയെ തെറ്റായ രീതിയിൽ ആഗ്രഹങ്ങളോടുകൂടി ഭജിക്കുന്നവർ അനേകം ജന്മങ്ങളിലൂടെ അത് ശരിയായ ഉപാസനയിലൂടെ മുക്തിയെ പ്രാപിക്കുന്നു. ഇപ്പൊ ഫൈനൽ ലിബറേഷൻ എന്ന കൈവല്യം, സ്വർഗം എന്ന മോക്ഷപദം എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പൊ മോക്ഷം എന്നാൽ പുണ്യം കൊണ്ട് സ്വർഗപ്രാപ്തിയും പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ജനന മരണ ചക്രങ്ങളിലായ ഭൂമിയിലേക്കുള്ള യാത്രയാണ്. ഇപ്പൊ പുണ്യങ്ങളുള്ള ആത്മാക്കൾ കുറച്ചു കാലം സ്വർഗത്തിൽ വസിക്കുമെന്നും മറ്റ് ആത്മാക്കൾ ഉടനെ ദേഹത്തിലേക്ക് തിരിച്ചു വരുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ സ്വർഗപ്രാപ്തി ലഭിച്ച ആത്മാക്കളൊന്നും ഫൈനൽ ലിബറേഷൻ എന്ന് പറയുന്ന കൈവല്യമുക്തിക്ക് അർഹരല്ല. ഈ അവസാനത്തെ കൈവല്യമോക്ഷം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതാണ് ഈ നാമത്തിന്റെ അർത്ഥം. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, കൈവല്യമുക്തി ആഗ്രഹിക്കുന്ന യോഗികൾ എന്നും അവരുടെ ഉള്ളിൽ തന്നെ കാണണമെന്ന്. അപ്പൊ സർവകാലേഷു ഭൂതേഷു മാം അനുസ്മര ചിത്തം മയ്യേവ പ്രവലിയതേ. ആ ശുദ്ധരല്ലാത്തവര്, ചിട്ടയില്ലാത്തവരെല്ലാം തന്നെ ഭഗവാനിലെത്താൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഭക്തിമത് കൽപ്പലതികയാണ് ദേവി. അപ്പൊ ഭക്തിമത്തുക്കൾക്ക് കൽപ്പലതികയായിട്ടിരിക്കുന്ന, കൽപ്പലതിക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ദിവ്യലത അല്ലെ? ഭക്തന്മാർക്ക് ദേവി കൽപ്പലത തന്നെയാണ് അല്ലെ? വാഞ്ചിത ഫലദായിനി, ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നവൾ അല്ലയോ ഭഗവതി. നിൻ തിരുവടിയുടെ ഉപാസകൻ ബ്രഹ്മദേവനോടും വിഷ്ണു ഭഗവാനോടും മത്സരിക്കുന്നവനായിട്ട് സരസ്വതിയോടും ലക്ഷ്മിയോടും ചേർത്ത് വിഹരിക്കുന്നു. അതിസുന്ദരമായ ശരീരത്താൽ കാമഭക്തിയായിരിക്കുന്ന രതീദേവിയുടെ പാതിവൃത്യത്തെ ദുർബലമാക്കുന്നു. ജീവാത്മാവിന് അനാദിയായിരിക്കുന്ന അവിദ്യാബന്ധം നശിപ്പിച്ച് അനവധി കാലം ജീവിച്ചിരുന്ന് നിരതിശയ രൂപമായിരിക്കുന്ന സുഖത്തെ അനുഭവിക്കുന്നു. ഇത് സൗന്ദര്യലഹരി ശ്ലോകമാണ്. ഭക്തന്മാർക്ക് ദേവി എങ്ങനെ കൽപ്പലതികയായിട്ട് വർത്തിക്കുന്നു എന്ന് ശങ്കര ഭഗവത്പാദര് ഇതിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പോ ഭാഗികമായിട്ട് ഭക്തിയുള്ളവരെ പൂർണ്ണ ഭക്തരായിട്ട് മാറ്റുന്നവൾ. ഭക്തിമത് കൽപ്പൻ, ഭക്തനെന്ന് കൽപ്പിക്കപ്പെട്ടവൻ. ഗാഠഭക്തി ഇല്ലാത്തവൻ. കൽപ്പലതിക എന്ന് പറഞ്ഞാൽ കൽപ്പവള്ളി, പൂർണ്ണത വരുത്തുന്നതാണ് കൽപ്പവള്ളി. അപ്പൊ ഗാഠഭക്തി ഇല്ലാത്തവനെ പൂർണ്ണ ഭക്തനാക്കി മോക്ഷം നൽകുന്നവളാണ് അമ്മ എന്നും നമുക്ക് അർത്ഥം എടുക്കാം. ആ ദേവി തന്നെ ആരാണ്? പശുപാശ വിമോചിനി. പശുപാശം പ്ലസ് വിമോചിനി, ജീവികളെ കർമ്മബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. പശു എന്ന് പറഞ്ഞാൽ പശ്യതി ഇതി പശു, കാണുന്നത് കൊണ്ട് പശു അല്ലെ? കണ്ണുകളുള്ള ജീവജാലമാണ് പശു. പാശം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കാനും മരിക്കാനുമുള്ള ക്ലേശം, കർമ്മവികാരവും അനുഭവിക്കാനുമുള്ള യോഗമാണ് ബന്ധനം. അപ്പൊ അത് തന്നെയാണ് പാശം. അതിനെ വിമോചിനി, വിമോചിപ്പിക്കുന്നവൾ. അപ്പൊ പശുക്കളെ പാശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ അല്ലെ? അപ്പൊ അഭേദ ജ്ഞാനരൂപമായിരിക്കുന്ന വിദ്യ ലഭിച്ചിട്ടില്ലാത്ത ജീവാത്മാവിനെയാണ് നമ്മൾ പശു എന്നുള്ള പദം കൊണ്ട് പറയുന്നത്. കെട്ടിയിട്ടത് എന്തിലാ കെട്ടിയിരിക്കുന്നത്? ഞാന് എന്റേത് എന്ന് പറയുന്ന ഈ ശരീരബോധത്തില്. അപ്പൊ ജീവനെ ആവരണം ചെയ്യുന്ന അവിദ്യാ ബന്ധനങ്ങളെയാണ് പാശം എന്ന് പറയുന്നത്. പശുക്കളെ പാശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവളാണ് പശുപാശ വിമോചിനി. അജ്ഞാനത്തിൽ നിന്ന് ജീവനെ മോചിപ്പിക്കുന്നവൾ അല്ലെ? അപ്പൊ പശുപനിൽ നിന്ന് ശിവനിൽ ആശയുള്ളവരെ, ഭക്തിയുള്ളവരെ വിമോചിപ്പിക്കുന്നവൾ, മോക്ഷമരുളുന്നവൾ.
എന്നും വ്യാഖ്യാനമെടുക്കാം. പശുപ എന്ന് പറഞ്ഞാല് ആശ വിമോചിനി എന്ന് പരിച്ഛേദം. അപ്പോ പശുപാശ വിമോചിനി സംഹൃതാശേഷ പാഷണ്ഡ, പാഷണ്ഡന്മാരെ നിശേഷമായിട്ട് സംഹരിക്കുന്നു. അപ്പൊ ധർമ്മ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയാണ് പാഷാണ്ഡൻ എന്ന് പറയുന്നത്. അപ്പൊ പാഷാണ്ഡന്മാരെ സംഹരിച്ച് ധർമ്മ നിയമങ്ങൾ നിലനിർത്തുന്നവളെന്ന നാമത്തിനർത്ഥം. അപ്പോ അസംഹൃത അശേഷ പാഷണ്ഡ, പാഷണ്ഡന്മാരെ മുഴുവനും സംഹരിക്കുന്നവൾ. സംഹൃതം എന്ന് പറഞ്ഞാൽ സംഹരിച്ച, അശേഷം എന്ന് പറഞ്ഞാൽ മുഴുവനും. ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നവരെ എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നവൾ. അപ്പൊ ഈ ആത്മജ്ഞാനത്തിന് തടസ്സം എന്താണ്? സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ബൃഹത്താരണ്യ ഉപനിഷത്തിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഉപനിഷത്ത് പറയുന്ന ഈ ആത്മാവ് ആദ്യം ബ്രഹ്മം തന്നെ ആയിരുന്നു തുടക്കത്തിൽ, അല്ലേ? അപ്പോ ഉപനിഷത്ത് പറയുന്നു ആത്മാവ് ആദ്യം ബ്രഹ്മമായിരുന്നു. അതിനെ ബ്രഹ്മമായിട്ട് മാത്രമേ അറിയാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അയാം ബ്രഹ്മൻ, അങ്ങനെയാണ് അത് എല്ലാമായിട്ട് തീർന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഈശ്വരന്മാർക്കും ദേവതകൾക്കും അറിയാമോ? അവരെല്ലാം തന്നെ അതായിട്ട് തീർന്നു. അതുപോലെ ഋഷിമുനിമാരും മനുഷ്യരും എല്ലാം ഇതറിഞ്ഞപ്പോൾ അതായിട്ട് തീർന്നു. ഒരാള് ബ്രഹ്മത്തെ തിരിച്ചറിയുമ്പോൾ അയാള് എല്ലാമായിട്ട് തീരുകയാണ്. അപ്പൊ ഈ അറിവില്ലാത്തവരെ, താൻ ബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമാണെന്ന് അറിയാത്തവരെയാണ് പശുക്കൾ എന്ന് വിളിക്കുന്നത്. പശു എന്നാൽ കന്നുകാലികൾ എന്നാണ് അർത്ഥം, അല്ലെ? ഇവിടെ എന്നാൽ ഇവിടെ ഇതിനെയാണ് ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ, പ്രപഞ്ചാത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പശു എന്നത് ഏത് വ്യക്തിയാണോ താൻ ബ്രഹ്മത്തിന്റെ ഭാഗമാണെന്ന് അറിയാത്ത വ്യക്തിയാണ് പശു. അപ്പൊ പാശം എന്നാല് ഈ മമത്വമാകുന്ന അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ബന്ധനം. പശുക്കൾക്ക് ഭക്ഷണം മാത്രം മതി സന്തോഷമായിട്ടിരിക്കുക, അല്ലെ? അതിനപ്പോ അവർക്ക് ഒന്നിനെ കുറിച്ചും വിചാരിക്കാനില്ല. കാരണം അവർക്ക് ചിന്താശേഷി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് മനുഷ്യജന്മം ഉണ്ടായിട്ടും ബ്രഹ്മത്തെ കുറിച്ച് അറിയാത്തവരെ നമ്മൾ പശുക്കൾ എന്ന് വിളിക്കുന്നത്. ലിംഗപുരാണം പറയുന്നു പശുക്കൾ എന്ന ജീവാത്മാക്കളും പാശം എന്നത് അവരുടെ കർമ്മബന്ധം, ബോണ്ടേജ് ആണ്, അതാണ് എന്ന്. അവരുടെ ഈ പാശത്തെ ഇല്ലാതാക്കുന്ന ആളിനെയാണ് പശുപതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എല്ലാ പശുക്കളുടെയും ജീവന്മാരുടെയും നാഥനാണ് പശുപതിയായിരിക്കുന്ന ശിവഭഗവാൻ. ധാരാളം ഉപനിഷത്തുകളിലെ വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പശുപതി. ശിവസൂത്രം പറയുന്നു ജ്ഞാനബന്ധം എന്നത്, ജ്ഞാനം എന്നതിന് ആ ഒരു എന്താ പറയാ പ്രത്യേക വിശേഷപ്പെട്ട അറിവെന്നർത്ഥം. അപ്പൊ ആ ഒരു ബന്ധം എന്നാൽ ബോണ്ടേജ്. അപ്പൊ ലിമിറ്റഡ് നോളജ്, അതായത് ഇഗ്നറൻസ്, അജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ഈ അജ്ഞാനമാകുന്ന അവിദ്യയാണ് മായയുടെ രൂപത്തിൽ ബ്രഹ്മത്തെ മറയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആണവമലം എന്ന് പറയുന്നത്. മലം എന്നാൽ അറിവില്ലായ്മ എന്നാണ് അർത്ഥം. അപ്പൊ ആ ബ്രഹ്മത്തിന്റെ പ്രകാശത്തെ മറയ്ക്കുകയാണ് ആണവമലം. അപ്പൊ ആ ഒരു ഇഗ്നോറൻസ്, അല്ല ഇന്നേറ്റ് ഇഗ്നറൻസ്, ജന്മം കൊണ്ടുണ്ടാകുന്ന അജ്ഞാനത്തെ. അപ്പോ ഇത് ബ്രഹ്മം ആകുന്ന ശിവൻ ശരീരത്തിൽ പ്രവേശിച്ച് ജീവനാകുമ്പോൾ തന്നെ ആരംഭിക്കുന്നുണ്ട്, അല്ലെ? അണു എന്ന പദത്തിൽ നിന്നാണ് ആണവം എന്നുള്ള വാക്ക് ഉത്ഭവിക്കുന്നത്. അപ്പോ ആ അണു ഓരോ വ്യക്തിയുടെയും അഥവാ ഇൻഡിവിജ്വൽസ് എന്നർത്ഥം. ഈ ആണവമലം വീണ്ടും രണ്ടായിട്ട് പിരിയണു. ഒന്ന് ജന്മത്തോടു കൂടി ഉണ്ടാകുന്ന ജീവാത്മാവിന്റെ മലം, രണ്ടാമത്തത് ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന മലം. ആണവമലമാണ് ബോണ്ടേജിന് കാരണം. ഈ ആണവമലമുള്ള എല്ലാ ജീവനുകളും ജനന മരണ ചക്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ നാമം പറയണു ദേവി മാത്രമാണ് തന്റെ ഭക്തരുടെ, ആശ്രിതരുടെ ആണവമലത്തെ നീക്കി അവരെ കൈവല്യ മുക്തിക്ക് പ്രാപ്തരാകുന്നത്. കാരണം അമ്മ സംഹൃതാശേഷ പാഷണ്ഡയും കൂടെയാണ്, അല്ലെ? വേദങ്ങളെ നിഷേധിക്കുന്നവരെ സംഹരിക്കുന്ന, അല്ലെ? ഡിസ്ട്രോയർ ഓഫ് ആ ഒരു എന്താ പറയാ ഹെറിറ്റിക്സ് എന്നൊക്കെ പറയാം. ഇവിടെ ഹെറിറ്റിക്സ് എന്നാല് വേദങ്ങളിൽ എഴുതി വെച്ച അറിവിനെ പിന്തുടരാത്തവരെന്നർത്ഥം. അപ്പൊ 14 സ്ഥലങ്ങളില് 4 വേദങ്ങൾ ഉൾപ്പെട്ട ഉപനിഷത്തുകൾ ഉൾപ്പെടെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. വേദോഖിലം ധർമ്മമൂലം എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ആരാണോ ഈ ധർമ്മത്തെ നിഷേധിക്കുന്നത്, അനുസരിക്കാത്തവര്, അവരെയാണ് നമ്മൾ പാഷാണ്ഡന്മാരെന്ന് പറയുന്നത്. നിന്ദ ചെയ്യുന്നവരെ ഇല്ലാതാക്കുന്ന ശക്തിയാണ് ദേവി. പിന്നെ ആരാണ് അമ്മ? സദാചാര പ്രവർത്തിക. ജന്മം കൊണ്ടുണ്ടാകുന്ന അജ്ഞാനമാണ് ആത്മാവിനെ മറയ്ക്കുന്നത്, അല്ലെ? ഈ നാമം പറയണു ഇങ്ങനെയുള്ള മനുഷ്യര് നല്ല കർമ്മങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ദേവി. സത്ത് എന്ന് പറഞ്ഞാല് ആ ഒരു നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്നർത്ഥം. ആചാരം എന്നാൽ അനുഷ്ഠിക്കപ്പെടുന്ന നല്ല കർമ്മങ്ങൾ. അപ്പൊ നല്ല കർമാനുഷ്ഠാനങ്ങൾ ഉള്ളവരെയാണ് സത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ദേവി അജ്ഞാനികളെ, ഇവിടെ അജ്ഞാനം എന്നത് ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ അഥവാ ദ്വൈത ഭാവന എന്നൊക്കെ നമുക്ക് എടുക്കാം.
അവരെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നത് ദേവി തന്നെയാണ്. എല്ലാ ഇതിഹാസങ്ങളുടെ കേന്ദ്രം ധർമാചരണമാണ്. ധർമ്മശാസ്ത്രങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ ധർമ്മശാസ്ത്രം തന്നെയാണ്, അല്ലെ? അപ്പോ സത്തുക്കളുടെ ആചാരം എന്നും സത്തായ ആചാരം, സദാചാരം, ഇല്ലേ? അപ്പൊ അതിൽ പ്രവർത്തിക്കുന്നവളാണ് ദേവി. ആ മുൻനാമവുമായിട്ട് ചേർന്നാണ് ഇതിന്റെ അർത്ഥം. ഭാഷണ്ഡന്മാരെ നശിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ എന്താ? ആ ഒരു സദാചാരത്തെ നിലനിർത്തുന്നവൾ, സദാചാരം പ്രവർത്തിക്കുന്നവൾ, സമൂഹത്തില് സദാചാരം നിലനിർത്താൻ വ്യക്തികളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവൾ. അപ്പോ ആ ദേവി ഇനി ആരാണെന്ന് പറയണു? താപത്രയാഗ്നി സംതക്ത സമാഹ്ലാദന ചന്ദ്രിക തരുണി താപസാരാധ്യ തനുമധ്യ തമോപഹ. താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക. താപത്രയാഗ്നി പ്ലസ് സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ഇപ്പൊ 3 തരം ദുഃഖങ്ങളാകുന്ന തീയില് സന്തപിക്കുന്നവർക്ക് ആഹ്ലാദം നൽകുന്ന ചന്ദ്രികയായിട്ടുള്ളവൾ. താപത്രയം ആത്മീകം, സ്വശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്നത്. ഭൗതികം എന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. ദൈവീകം എന്ന് പറയുന്നത് ഭൂകമ്പം, പേമാരി ഇത്യാദി ദുഃഖങ്ങൾ. ഇങ്ങനെ 3 തരം താപങ്ങൾ അഥവാ ആധികള്. സന്തപ്തം, നല്ലവണ്ണം തപിച്ച, ക്ലേശിച്ച. ആഹ്ലാദനം, നന്നായി ആഹ്ലാദിപ്പിക്കല്. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിലാവ്. ത്രയം 3. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ ആധി. അപ്പോ ഈ പറയുന്ന ദുഃഖങ്ങളിൽ നിന്ന് താപത്രയങ്ങളാകുന്ന അഗ്നിയില് സന്തപ്തമായവരെ ആഹ്ലാദിപ്പിക്കുന്ന ചന്ദ്രികയായിട്ടുള്ളവൾ. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം 3 താപത്രയങ്ങളെ ചേർത്ത് പറയുന്ന നാമമാണിത്. കാരണം താപത്രയങ്ങൾ ഇവയിൽ നിന്ന് ആധ്യാത്മം സ്വയം വലിച്ചു വയ്ക്കുന്ന താപമാണല്ലേ, തന്നിൽ നിന്നുള്ള തന്നെയുള്ള ദുഃഖം. അപ്പോ കർമ്മഫലമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നവയെല്ലാം കർമ്മങ്ങൾക്കും ഫലങ്ങളുണ്ട്. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അപ്പൊ ആദിഭൗതികം എന്ന് പറയുന്നത് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന പഞ്ചഭൂതാത്മകമായ ശരീരത്തില് ഭൂതങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് കോപമുണ്ടായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങള്. ഭൂതസംഘാത രൂപമായിരിക്കുന്ന പ്രപഞ്ചത്തില് ഭൂതങ്ങളുടെ സന്തുലിത സ്ഥിതി നഷ്ടപ്പെടുമ്പോൾ മൂലം ഉണ്ടാകുന്ന അതിവൃഷ്ടി, അനാവൃഷ്ടി, പ്രളയം, കൊടുങ്കാറ്റ്, അഗ്നിബാധ, ആദി ദൈവികം, ആ ഒരു ദൈവഗത്യ ഉണ്ടാകുന്ന താപം. ഇത് 3ഉം തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ടെന്ന് സ്പഷ്ടമാണ്. അടിസ്ഥാനം ജീവിയുടെ കർമ്മം തന്നെയാണെന്ന് പറയാം. കർമ്മവും കർമ്മഫലവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടിരിക്കുന്ന താപങ്ങളെ വിളിച്ചു വരുത്തും. അപ്പൊ നാമങ്ങളില് താപത്രയങ്ങളെ അഗ്നിയായിട്ട് രൂപണം ചെയ്യുകയാണ്. അപ്പൊ അഗ്നിയിൽ പതിക്കുന്ന വസ്തുക്കൾ തപിക്കുന്ന പോലെ താപത്രയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട വ്യക്തി താപം അനുഭവിക്കണു. താപത്തിന്റെ ചൂട് എന്ന് പറയുന്നത് ദുഃഖമാണ്, അല്ലെ? അപ്പൊ താപം ചൂട് എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ കുളിർനിലാവ്, അതിന് മറുമരുന്നായിട്ട് കൊടും വെയിലില് താപം അനുഭവിക്കുന്നവന് കുളിർമയുള്ള നിലാവ് തട്ടിയാല് ആഹ്ലാദം അനുഭവപ്പെടും. അപ്പൊ താപത്രയാഗ്നിയിൽ സംതപ്തനായ വ്യക്തിക്ക് ദേവി സമാഹ്ലാദന ചന്ദ്രികയാണ്. താപത്രയങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്നവർക്ക് ആ ദുഃഖങ്ങളിൽ നിന്ന് ദേവി മോചനം കൊടുക്കുന്നു. ദേവിയെ ഉപാസിക്കുന്നവർക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മുക്തരാകുമെന്ന് ധ്വനി. അപ്പൊ എല്ലാ ശാസ്ത്രങ്ങളിലും ഈ എന്താ പറയാ, നമ്മൾ 3 വിധത്തിലുള്ള ബന്ധങ്ങൾ അഥവാ മറയ്ക്കുന്ന തത്വങ്ങളെ, ശരീരത്തെ, പഞ്ചഭൂതങ്ങളെ, ഈശ്വരനെ, ഇവ മറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ 3 പറ്റിയാണ് താപത്രയങ്ങളിൽ പറയുന്നത്. അപ്പൊ 3 താപത്രയങ്ങൾ ജീവനെ വളരെയധികം തപിപ്പിക്കണു, അല്ലെ? ഇപ്പൊ സംസാര ബന്ധത്തിൽ അവർക്ക് വളരെയധികം ദുഃഖങ്ങള്, വിഷമങ്ങള് മുതലായവയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഇതിനെയാണ് സംസാര ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ ആ തപിപ്പിക്കുന്ന കർമ്മഫലങ്ങൾ, ഇവിടെ ദേവി അനുഗ്രഹമാകുന്ന ശീതളിമയുടെ ചന്ദ്രരശ്മി പൊഴിച്ചുകൊണ്ട് സന്തോഷവും ആനന്ദവും ഈ താപത്രയങ്ങളിൽ ഉഴലുന്നവർക്ക് നൽകി അനുഗ്രഹിക്കുന്നു. അപ്പൊ ഈ നാമം പറയുന്നു ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാ ദുഃഖാനുഭവങ്ങളിലും ഈ 3 തലങ്ങളിൽ ഉണ്ടാകുന്ന അവ ഇല്ലാതായി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതെന്ന്. 3 താപത്രയങ്ങൾ ഇവയൊക്കെയാണ് നമ്മള് എന്താ പറയാ, ഈ 3 ആദിഭൗതികം, ആധ്യാത്മികം എന്നൊക്കെ നമ്മൾ പറയണം, ആദിദൈവികം എന്നൊക്കെ. അപ്പൊ ആ ഒരു എല്ലാ താപങ്ങളും, അല്ലെ, നമ്മൾ ഇൻഫ്ലുവൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉൾപ്പെടെയുള്ള താപങ്ങളിൽ നിന്ന് മൂല കാരണം ഇന്ദ്രിയങ്ങളും മനസ്സിന് കൊടുക്കുന്ന ആ തെറ്റായിട്ടുള്ള അറിവുകളാണ്. ഇപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്ത് പറയണു, ആ ബൃഹത്തായിരിക്കുന്ന ബ്രഹ്മം അഥവാ ആത്മ നശിക്കാത്തതാണ്, യാതൊരു നാശങ്ങളും സംഭവിക്കാത്തതാണ്, മരണമില്ലാത്തതാണ്, ഭയമില്ലാത്തതാണ്. ഇതിനെ അറിഞ്ഞാല് ഈ താപത്രയങ്ങളിൽ നിന്ന് മോചനം നേടാം. അപ്പൊ അതിനായിട്ട് അനുഗ്രഹിക്കുന്ന ശക്തിയാണ് പരാശക്തി. ഈ നാമത്തിന് വളരെയധികം യോജിച്ച അർത്ഥമാണ് ഇതല്ലേ.
ആ ദേവി ആരാണ്? തരുണി താപസാരാധ്യ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അമ്മ എപ്പോഴും യൗവനയുക്തയാണ്. തരുണി എന്ന് പറഞ്ഞാൽ ഇറ്റേണലി യൂത്ത്ഫുൾ എന്നാണ്. എന്നും നിത്യ യൗവനമുള്ളവൾ, കാലത്തിന് യാതൊരു സ്പർശവും ഇല്ലാതെ കാലാതീതയായിട്ടിരിക്കുന്നവൾ. നിത്യ യൗവനം എന്നത് യാതൊരു മോഡിഫിക്കേഷനും ഇല്ലാത്തതെന്നർത്ഥം. ഇത് ബ്രഹ്മത്തിന് മാത്രമുള്ള അവസ്ഥയാണ്, അല്ലേ? ബ്രഹ്മം ഇതിന് നാശമോ അവസ്ഥാന്തരങ്ങളും ഇല്ലാത്തതാണ്. അപ്പൊ നിത്യമായ ബ്രഹ്മത്തെയാണ് ഇവിടെ തരുണി എന്ന നിത്യ യൗവനയായിരിക്കുന്ന ദേവിയായിട്ട് പറയുന്നത്. ആ ദേവി ആരാണ്? താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. ഋഷിമുനിമാരാൽ തന്നെ എല്ലാവരാലും സദാ വന്ദിക്കപ്പെടുന്നവരാണ്. കാരണം അവര് ലൗകിക സുഖങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് തന്റെ ആത്മതത്വവുമായിട്ട് ബ്രഹ്മത്തെ മാത്രം ഉപാസിച്ച് കഴിയുന്നവരാണ് അവരല്ലേ. അവര് മറ്റ് ദേവീദേവന്മാരെ ഒന്നും ആരാധിക്കാറില്ല. കാരണം അവരുടെ ഒറ്റ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം എന്നുള്ളതാണ്. അപ്പൊ ദേവി ബ്രഹ്മസ്വരൂപിണിയായതുകൊണ്ട് അവര് ദേവിയെ മാത്രം ആരാധിക്കുന്നു. ഇനി വേറൊരു വ്യാഖ്യാനത്തില് തപ എന്നത് എല്ലാ താപങ്ങളുടെയും മൂല കാരണമാണ്. അപ്പോ താപസാരാധ്യ എന്നാൽ പറഞ്ഞാല് എസൻസ്, അതായത് സാരത്തെ, ആ ഒരു ഡീപ്പായിട്ട് ആഴത്തിലുള്ള ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനം, അതായത് മെഡിറ്റേഷൻ എന്നെടുക്കാം. ഈ സംസാര ബന്ധത്തെ ഇല്ലാതാക്കണമെങ്കിൽ ദേവിയെ സദാ ധ്യാനിക്കണമെന്നുള്ള ആ ഒരു മായാ തിരസ്കരണി മാറ്റണമെങ്കിൽ ദേവി ധ്യാനം തന്നെ വേണം എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പോ തരുണിയായിരിക്കുന്ന യൗവനയുക്തിയായിരിക്കുന്ന 16-നും 30 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള അവസ്ഥ കടന്നിട്ടുള്ള സ്ത്രീയാണ് തരുണി. ഇപ്പൊ കാമേശ്വര പത്നി രൂപത്തില് നിത്യ യൗവനയുക്തമായിട്ട് സ്ഥിതി ചെയ്യുന്ന ലളിതാംബികയായിരിക്കുന്ന തരുണി എന്നുള്ള നാമത്തിൽ ദേവി ശോഭിക്കുന്നു. താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ഈ ദേവി. തപസ് ചെയ്ത് ആത്മശക്തി ജ്ഞാനവും നേടിയവരാണ് താപസന്മാര്. അപ്പൊ അവിദ്യയിൽ നിന്ന് മുക്തരും ഉണ്മയറിഞ്ഞ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി. താപസ ശബ്ദത്തിന് ചന്ദ്രൻ എന്ന അർത്ഥമുണ്ട്. ചന്ദ്രനാൽ ആരാധിക്കപ്പെടുന്നവളെന്ന് നമുക്ക് എടുക്കാം. അപ്പൊ ആ ഒരു ചതുർദശ മനുക്കളില് ഒരാളിന് താപസൻ എന്ന പേരുണ്ട്. ആ മനുവിനാൽ ആരാധിക്കപ്പെടുന്നവളെന്നും പക്ഷെ എടുക്കാം. ആ ദേവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാണ് അടുത്തത്. തനുമധ്യ. ഇപ്പൊ കൃശമായ മധ്യപ്രദേശത്തോട് കൂടിയവളാണ് ദേവി. ഇടുങ്ങിയ അരക്കെട്ട്, അല്ലെ? സാമുദ്രിക ശാസ്ത്രപ്രകാരം സൗന്ദര്യ ശാസ്ത്രപ്രകാരവും സൗന്ദര്യ ലക്ഷണമായിട്ടാണ് പറയുന്നത്. ദേവിയുടെ സ്ഥൂല വർണ്ണനയിൽപ്പെട്ട ഈ നാമം സൗന്ദര്യാധിക്യത്തെയാണ് കുറിക്കുന്നത്. കാഞ്ചീപുരത്തിലെ പ്രസിദ്ധ ക്ഷേത്രത്തിലെ അടിസ്ഥാന ദേവതയുടെ പേര് തനുമധ്യ എന്നാണ്. അതായത് മൂർത്തിയെ കുറിക്കാൻ ഈ നാമം നമ്മൾ പ്രയോഗിക്കുന്നു. സൗഭാഗ്യ ഭാസ്കരത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ തനുമധ്യ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയവൾ. തനുമധ്യ എന്ന് പറഞ്ഞ മധ്യം എന്ന് പറഞ്ഞാൽ അരക്കെട്ട്. അപ്പോ വളരെ ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയവൾ. 85-ാമത്തെ നാമം നമ്മൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു തനുമധ്യ എന്ന പേരിലുണ്ട്. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഛന്ദസ് എന്ന അർത്ഥമുണ്ട്. ഛന്ദസ് എന്നാൽ സംസ്കൃതത്തിൽ അക്ഷരങ്ങളുടെ എണ്ണാണ്. അപ്പൊ ദേവി ഛന്ദസ്സിന്റെ രൂപത്തിൽ ഇരിക്കുന്നു. കൃഷ്ണ ഭഗവാൻ പറയണു ഗായത്രി ഛന്ദസ്, ഗായത്രി ഛന്ദാരു അഹം എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ഗായത്രി ഛന്ദസ്സില് ഗായത്രിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണ ഗായത്രി ഛന്ദസ് സ്വരൂപമാണെന്ന് സ്വയം പ്രഖ്യാപിക്കും ഭഗവത്ഗീതയിലൂടെ. അപ്പൊ ദേവി തനുമധ്യയാണ്. തമോപഹ. തമസ് എന്നാല് അജ്ഞാനം. ഇതിന് മറ്റു ഭാഗങ്ങള് ആ ഒരു മെന്റൽ ഡാർക്ക്നെസ്, ഇഗ്നോറൻസ്, ഇല്യൂഷൻ, എറർ എന്നൊക്കെ പറയാം, അല്ലെ? തമോ ഗുണം എന്നത് ഗുണത്രയങ്ങളിൽ ഒന്നാണ്. ഒരു ഇഗ്നറന്റ് പേഴ്സണെയാണ് നമ്മൾ തമോ ഗുണി എന്ന് പറയുന്നത്, അല്ലെ? ഈ അവിദ്യയെ അവർ ഈശ ഉപനിഷത്ത് പറയണു, ആരാണോ ഹോമങ്ങള് അതിന്റെ അർത്ഥമറിയാതെ ചെയ്യുന്നത് കണ്ണ് കാണാത്തവനെ പോലെയാണ്, അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന്. അതായത് ആ ഒരു ആ ഒരു ദൈവത്തെ വെറുതെ കാര്യസിദ്ധിക്ക് മാത്രം ഭജിക്കുന്നവർ അതിലും വലിയ ഇരുട്ടിലേക്കാണ് പോകുന്നതെന്നാണ് പറയണത്. അപ്പൊ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഒരു ആരാധനകൾക്ക് ഒരു ഫലങ്ങളും നൽകില്ല. മെറ്റീരിയൽ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ അപ്ലിഫ്റ്റ്മെന്റ് ഇവയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒക്കെ ഒന്നിനും ഫലം കിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യസിദ്ധിക്ക് ഈശ്വരനെ സേവ ചെയ്യുന്നവനെയാണ് നമ്മൾ അജ്ഞാനികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ അജ്ഞാനം ആ ദേവിയാണ് മാറ്റുന്നത്. അപ്പോ ആ തമോപഹ, തമസിനെ ഇല്ലാതാക്കുന്നവളാണ്. അപ്പൊ തമസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിലെ ഇരുട്ട്, അല്ലെ?
ആ അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപ നഗരി, നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റുന്ന, അവിടെ വെളിച്ചം കൊടുക്കുന്നത് ദേവിയാണ്. അപ്പൊ ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന തമസ്സിന് ഗുണത്രയങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ സത്വം രജസ് എന്നുള്ളത് മറ്റു രണ്ടും ആലസ്യ നിദ്രാദികൾക്ക് കാരണമാകുന്ന ഗുണങ്ങളാണ് തമസ്. അപ്പൊ അജ്ഞാനത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ തമോ ഗുണം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് പ്രമാദം, ആലസ്യം, നിദ്ര അതുള്ള വികാരങ്ങൾ വഴി പ്രാണികളെ ബന്ധിക്കണു. അല്ലയോ ഭാരത, സത്വഗുണം പ്രാണികൾക്ക് സുഖാസക്തരാക്കുന്നു, രജസ് കർമാസക്തരാക്കുന്നു, തമസാകട്ടെ ജ്ഞാനരൂപമായിരുന്ന പ്രകാശത്തെ മറച്ച് പ്രാണികളെ പ്രമാദത്തിലും ആലസ്യത്തിലും നിദ്രയിലും ആസക്തരാകുന്നു. അല്ലയോ അർജുന, സത്വം രജസിനെയും തമസിനെയും അതിക്രമിച്ചു നിൽക്കുന്നതാണ്. രജസും ആ ഒരു പ്രകാശം മറ്റു രണ്ട് ഗുണങ്ങളെയും അതിക്രമിച്ച് ആ ഒരു പ്രവൃദ്ധമാകുന്നു. തമസും അതേ കാരണത്താൽ സത്വരജോ ഗുണങ്ങളെ കീഴിലാക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തമോ ഗുണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള തമോ ഗുണത്തെ നശിപ്പിക്കുന്നവൾ സ്വഭക്തരെ പ്രമാദ ആലസ്യ നിദ്രാദികളായിരിക്കുന്ന തമോ ഗുണ വൃത്തികളിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. തമസിന് ഇരുട്ടെന്ന അർത്ഥമുണ്ട്, ഇരുട്ടിനെ നശിപ്പിക്കുന്ന പ്രകാശം അല്ലെ, തേജോരൂപിണിയാണ് ദേവി എന്ന് പറയണു. അപ്പോ തരുണി, താപസാരാധ്യ, തനുമത്യ, തമോപഹ. ഇനി അടുത്ത നാമങ്ങളെല്ലാം തന്നെ എന്താണ്? അമ്മയുടെ ചിതി രൂപത്തെ കാണിക്കാണ്. ചിതി തത്പദ ലക്ഷ്യാർത്ഥ, ചിതേകരസരൂപിണി, സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. അപ്പൊ ചിതി എന്ന് പറഞ്ഞാല് ജ്ഞാനം തന്നെ ജ്ഞാനം തന്നെയായവൾ. ചിത്തം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. തത്പദ ലക്ഷ്യാർത്ഥ, തത്പദ പ്ലസ് ലക്ഷ്യാർത്ഥ എന്നുള്ളത് തത് എന്ന പദത്തിന്റെ ലക്ഷ്യം ഉദ്ദേശമായിരിക്കുന്നവൾ. തത് എന്ന് പറഞ്ഞാൽ എന്താ? തത്വമസി തുടങ്ങിയ ഉപനിഷത്ത് വാക്യങ്ങളിലെ തത്വ എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനെയോ അതാണ് ബ്രഹ്മം അല്ലെ. പദം എന്നത് വാക്ക്. ഉപനിഷത്തുകളിലെ തത്വം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മമായവൾ ചിദേകരസ രൂപിണി. അപ്പൊ ചിദേക രസരൂപിണി, ജ്ഞാനത്തിന്റെ ഏകരസമായിട്ടിരിക്കുന്നവൾ. ഏകരസം എന്ന് പറഞ്ഞാല് ഒരേ ഒരു രസം, സത്വരൂപിണി അല്ലെ, രൂപമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ആ ദേവി ആരാണ്? സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇപ്പൊ ബ്രഹ്മാദികളുടെ ആ ഒരു പരമ്പരത്തെ തുച്ഛമാക്കുന്ന സ്വന്തം ആനന്ദത്തിൽ രമിക്കുന്നവൾ. സ്വാത്മാനം എന്ന് പറഞ്ഞാല് സ്വന്തം ആത്മാവിലെ ആനന്ദം. ലവം എന്ന് പറഞ്ഞാൽ തുച്ഛം, നിസാരം. ഭൂതം എന്ന് പറഞ്ഞാൽ ആക്കി തീർത്ത, ഭവിച്ച ബ്രഹ്മാദ്യാനന്ദ സന്തതി. ബ്രഹ്മ ഋഷി മുതല് സാധാരണ ജന്തു വരെയുള്ളവരുടെ ആനന്ദ പരമ്പര അല്ലെ. ആനന്ദ സന്തതി എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദ പരമ്പര. ഈ വാക്കുകളെല്ലാം തന്നെ നമുക്ക് ചേർത്ത് വായിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പൊ തമോപഹ കഴിഞ്ഞാണ് ചിതി വരുന്നത് അല്ലെ. തമസിനെ ഇല്ലാതാക്കി കഴിഞ്ഞ് ജ്ഞാനസ്വരൂപമായിട്ടിരിക്കുന്നവൾ. ചിതി എന്ന് പറഞ്ഞാല് ആ ഒരു അവിദ്യയെ ഇല്ലാതാക്കിക്കൊണ്ട് ജ്ഞാനരൂപിണിയായിട്ട്, അവിദ്യ പരിപന്ധിയായിരിക്കുന്ന ജ്ഞാനം രൂപമായിട്ടിരിക്കുന്നവൾ. അപ്പൊ തത്പദ ലക്ഷ്യാർത്ഥയാണ് ദേവി. തത് എന്ന പദം കൊണ്ട് ലക്ഷ്യമായിരിക്കുന്ന അർത്ഥത്തോടു കൂടിയവൾ. തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളിൽ പ്രയുക്തമായിരിക്കുന്ന തത്. ഇവിടെ തത്വമസി എന്നത് വേദാന്ത തത്വപ്രതിപാദമായിരിക്കുന്ന മഹാവാക്യമാണ് അല്ലേ. അത് നീയാകുന്നു. പരമാത്മാവും വിശ്വവും ഒന്ന് തന്നെയാണെന്നുള്ള തത്വം ഇതിൽ അടങ്ങിയിരിക്കുകയാണ്. ഈ മഹാവാക്യത്തിലെ എന്നുള്ള പദം കൊണ്ട് ഏതൊന്നിനെയാണോ അർത്ഥമാക്കുന്നത് അവൾ ആണ് അത് അല്ലെ. തത് എന്നതിന് മഹാവാക്യത്തിലെ ലോക സൃഷ്ടി തുടങ്ങിയവ കൊണ്ട് വിശിഷ്ടമായിരിക്കുന്ന ശബള ബ്രഹ്മം വാച്യാർത്ഥമായും ധർമ്മി മാത്രമായിരിക്കുന്ന ശുദ്ധ ബ്രഹ്മം ലക്ഷ്യാർത്ഥമായിട്ടാണ് സൗഭാഗ്യഭാസ്കരൻ പറയുന്നത്. അപ്പൊ വാച്യവും ലക്ഷ്യവുമായിരിക്കുന്ന രണ്ടർത്ഥങ്ങളുടെയും താതാത്മ്യത്തെ പ്രാപിച്ചവൾ. ഇപ്പൊ ബ്രഹ്മസ്വരൂപിണി. ഇപ്പൊ ചിതേകരസ രൂപിണി അല്ലെ. ചിത്ത് തന്നെ ഏകരസമായിരിക്കുന്ന രൂപത്തോടു കൂടിയവൾ. ചിത്ത് എന്ന് പറഞ്ഞ വിശേഷ ജ്ഞാനം എന്നാണ്, വിശേഷ ജ്ഞാന കാരണം എന്നർത്ഥം. അപ്പൊ ആ ഒരു സംവിത്തായിരിക്കുന്ന ആ ഒരു പ്രജ്ഞ ചേതനാരൂപമായിരിക്കുന്ന ആ ഒരു എന്താ പറയാ, അമരകോശം പറയുന്ന പോലെ ഏകരസം എന്ന പദം കൊണ്ട് ചിത്തിൽ നിന്ന് ഭിന്നത ഇല്ലാത്ത ഒരു സ്ഥിതി. അപ്രകാരമുള്ള രൂപത്തോടു കൂടിയവൾ, വിശേഷ ജ്ഞാനത്തിൽ നിന്ന് അഭിന്നമായ രൂപമുള്ളവൾ. ഇപ്പൊ ചിത് രൂപ, തന്നിൽ നിന്ന് ഭിന്നമല്ലാത്ത ധർമ്മത്തോടു കൂടിയവൾ, ധർമ്മരൂപിണി. ആ ദേവി ആരാണ്? സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി.
അപ്പൊ സ്വാത്മാനത്തിന്റെ ലവീഭൂതം മാത്രമായിരിക്കുന്ന ബ്രഹ്മാദ്യാനന്ദങ്ങളോട് കൂടിയവൾ ആനന്ദരൂപിണി അല്ലെ. തന്റെ ആത്മരൂപമായിരിക്കുന്ന ആനന്ദം എന്ന സ്വാത്മാനന്ദന് അർത്ഥം പറയണം. കാരണം ദുഃഖം, ക്ലേശം, കാമക്രോധാദികള്, മതമാത്സര്യാദികൾ എന്നിവയുടെ സ്പർശം തീരെ ഇല്ലാത്ത സന്തോഷത്തിനെയാണ് നമ്മൾ ആനന്ദം അല്ലെ. ദേവി ഇരിക്കുന്നത് ഏത് ചക്രത്തിലാ? ആനന്ദമയ ചക്രം അല്ലെ. വ്യക്തിയുടെ ജീവിതചര്യക്കും ഭൗതിക സാഹചര്യത്തിനും അനുസരിച്ച് ആനന്ദത്തിന്റെ ആ ഒരു പരിമാണത്തിന് മാറ്റം വരാം. അപ്പോ അമ്മയെ പിരിഞ്ഞു കരയുന്ന കുട്ടിക്ക് മാതൃദർശനം തന്നെയാണ് ആനന്ദം. വിശക്കുന്നവൻ ആഹാരം, രോഗിക്ക് രോഗശമനം, ദരിദ്രന് ധനലബ്ധി, ഇതൊക്കെയാണ് ആനന്ദം അല്ലെ. അത് ആനന്ദമായിട്ട് തോന്നാം. ഇതെല്ലാം തന്നെ അല്പനേരത്തേക്ക് മാത്രമുള്ള ആനന്ദം ആ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സ്വയം തൃപ്തനാകുകയും വിശ്വം തന്റെയും താൻ വിശ്വത്തിന്റെയും പ്രതിരൂപമാണെന്ന് അറിയുകയും വിശ്വാധാരയായിരിക്കുന്ന പരമശക്തിയും താനും അഭിന്നമാണെന്ന് ആ ഒരു തത്വജ്ഞാനം ഉണ്ടാകുകയും ചെയ്യുന്ന ജ്ഞാനിയുടെ ആ ഒരു അവിദ്യാസ്പർശ കളങ്കമില്ലാത്ത ആനന്ദത്തെയാണ് നമ്മൾ ചിദാനന്ദം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ജ്ഞാനാനന്ദം അല്ലെ. ആ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയുടെ മഹത്വം അനുസരിച്ച് ആനന്ദത്തിന്റെ സ്വരൂപം മാറുമെന്ന് വരുമ്പോൾ സർവപ്രപഞ്ച ആധാരങ്ങളായിരിക്കുന്ന പരാശക്തിക്ക് ആനന്ദമായിട്ട് ഏത് അവസ്ഥ വിവരിക്കണമെന്ന് പറയാൻ വിഷമമുണ്ട്. കാരണം ഇവിടെ സ്വാത്മാനന്ദം എന്ന പദം കൊണ്ട് ദേവീ രൂപമായിരിക്കുന്ന ആനന്ദം എന്ന് നമുക്ക് അർത്ഥം പറയാം. അപ്പൊ ദേവി തന്നെ ആനന്ദമാണ് അഥവാ ആനന്ദ സാഗരമാണല്ലേ. ആ ആനന്ദത്തിന്റെ ലവങ്ങള് അഥവാ കണികകൾ മാത്രമാണ് ബ്രഹ്മാദികളുടെ ആനന്ദ സന്തതി. സന്തതി എന്ന് പറഞ്ഞ കൂട്ടം. അപ്പൊ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ആനന്ദ സമൂഹം അഥവാ ആനന്ദ പരമ്പര ദേവിയുടെ രൂപമായിരിക്കുന്ന ആനന്ദ സാഗരത്തിന്റെ ലവീഭൂതങ്ങളായിരിക്കുന്ന വെറും ചെറിയ തുള്ളികൾ മാത്രമാണെന്ന് അർത്ഥം. കാരണം ദേവി ചിദാനന്ദ രൂപിണിയാണ് അല്ലേ. അതിന്റെ അല്പതരങ്ങളായിരിക്കുന്ന അംശങ്ങളാണ് ആ ബ്രഹ്മാദികളും ആനന്ദരൂപികളായിട്ട് അനുഭവിക്കുന്നതെന്ന് അർത്ഥം. അപ്പോ എന്താ പറയാ, അപ്പൊ തമസ് ഇല്ലാതാക്കി കഴിഞ്ഞു ദേവി അല്ലേ. തനുമധ്യ തമോപഹ. അപ്പൊ ചിതിയാണ്. അപ്പൊ ദേവി ബ്രഹ്മവിദ്യാ സ്വരൂപിണിയാണ്. ആ ദേവിയാണ്. ഷീ ഈസ് ദ ഫോം ഓഫ് ഇറ്റേണൽ നോളജ്. അതെ, ചിത്ത് എന്ന് പറയുന്നത് ശുദ്ധവിദ്യയാണ് പറയുന്നത്. ബ്രഹ്മത്തെ അറിയാനുള്ള ഏക വഴി. ഈ വിദ്യ, ചിത്ത് എന്ന പദത്തിന്റെ വിപരീതമാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇഗ്നറൻസ് അബൌട്ട് ബ്രഹ്മൻ. അപ്പൊ ദേവിയുടെ വിമർശ തത്വമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മത്തിന് രണ്ട് ഫോം ഉണ്ട്. ഒന്ന് പ്രകാശം എന്ന സ്റ്റേറ്റ് ഫോം, അല്ലെങ്കിൽ സ്വയം പ്രകാശ സ്വരൂപം, സെൽഫ് ഇലൂമിനേഷൻ അല്ലെ, സെൽഫ് ഇലൂമിനന്റ് എനർജി. വിമർശം എന്നത് പ്രതിബിംബം, കൈനറ്റിക് ആൻഡ് റിഫ്ലക്റ്റിംഗ് എനർജി എന്ന് പറയും. ഒന്നിനും മറ്റൊന്നില്ലാതെ ഈ പ്രപഞ്ചത്തിനെ നിലനിർത്താൻ സാധ്യമല്ല. ഈ പരസ്പര പൂരകത്വം അഥവാ ഇന്റർ ഡിപ്പെൻഡൻസി പോലെയാണ് ശിവശക്തി ഐക്യം എന്ന് പറയുന്നത്. ഈ ചിത്ത് എന്നത് ബ്രഹ്മം എന്നത് സത്ത് എന്ന് പറയുന്ന പൂർണ്ണതയാണ്. അപ്പോ ഈ പറഞ്ഞ ഇറ്റേണിറ്റി എന്ന് പറയുന്നത് ചിത്ത് എന്നത് ശുദ്ധമായ അടിസ്ഥാന തത്വം അല്ലെ. ആ ഒരു പ്യുവർ ഓർ ആ ഒരു ഫൗണ്ടേഷണൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം. ആനന്ദം എന്ന് പറഞ്ഞാൽ ബ്ലിസ്. ഇപ്പൊ ചിത്ത് എന്ന് പറയുന്ന ഒരു ആത്മീയ ജ്ഞാനം, സ്പിരിച്വൽ കോൺഷ്യസ്നെസ് എന്ന് പറയാം ഇതിനെ. ഇത് തന്നെയാണ് ചിദാത്മാ. ഈ ചിദാത്മ പ്രപഞ്ചമായിട്ട് പ്രകാശിക്കുമ്പോൾ അതിനെ നമ്മൾ പ്രപഞ്ചാത്മ അഥവാ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നു, വിശ്വരൂപ. അപ്പൊ ഇതേ ചിത്ത് ആത്മവ്യക്തി ശരീരത്തിൽ പ്രകടമാകുമ്പോൾ ജീവാത്മ എന്ന പേരിൽ അറിയപ്പെടും. ഈശ്വരനും ജീവാത്മാവും എല്ലാം തന്നെ എന്താണ്? ഈ ബ്രഹ്മത്തിന്റെ പ്രതിബിംബങ്ങൾ തന്നെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഗോഡ് ആൻഡ് സോൾസ് ആർ മിയർ റിഫ്ലക്ഷൻ ഓഫ് ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് കോൺഷ്യസ്നസ് ഓഫ് ബ്രഹ്മൻ. ഈശ്വരനും ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശ്വരൻ എന്നത് പ്രകൃതിയുടെ ഉടമസ്ഥൻ, ജീവൻ അഥവാ സോള്. ഇപ്പൊ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ ഒരു ജീവന് പ്രകടീകൃതമാവണമെങ്കിൽ ഒരു പ്രകൃതി തന്നെ ഉപാധി വേണം അല്ലേ. ഇപ്പൊ തത്പദ ലക്ഷ്യാർത്ഥ, തത്ത് എന്ന് പറഞ്ഞാൽ അത്, ആ പദം എന്ന വാക്ക് അർത്ഥം തത്പദ എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ, യു ആർ ദാറ്റ്. അപ്പൊ ആ ഒരു എന്താ പറയാ, ബ്രഹ്മ പദത്തെയാണ് അത് കുറിക്കുന്നത്. ലക്ഷ്യാർത്ഥ എന്ന് പറഞ്ഞാൽ ആ ഇൻഡയറക്റ്റ് റെഫറൻസ്. അപ്പൊ നമ്മള് തത് ത്വം അസി, യു ആർ ദാറ്റ് എന്ന് പറയാൻ കാരണം എന്താ? നീ ആ ബ്രഹ്മം തന്നെയാണെന്ന് ഉറപ്പിക്കാനാണ്. ദാറ്റ് എന്ന് അഥവാ പറഞ്ഞത് ആ ഒരു ബ്രഹ്മമായിട്ടിരിക്കുന്നതിനെയാണ്. അപ്പൊ ഇത് ബ്രഹ്മത്തിന്റെ സർവ്വവ്യാപിത്വമാണ് കാണിക്കുന്നത്, ദ്വൈതമല്ല. അത് ഏകമായിരിക്കുന്ന സത്യത്തെ കാണിക്കുന്നു.
അപ്പൊ നോൺ ഡ്യുവലിസ്റ്റിക് നേച്ചർ ആണിത്. ഈ നാമത്തിന്റെ മുന്നിലുള്ള രണ്ട് നാമങ്ങള് ബ്രഹ്മത്തിന്റെ രണ്ട് ഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രകാശം എന്നത് യാതൊരു കലകളുമില്ല. പര എന്ന് പറഞ്ഞാല് പര വാണിയിൽ നിറഞ്ഞവൾ. വാണി എന്ന് പറഞ്ഞാല് 4 വിധത്തിലാണ്, ശബ്ദത്തിന്റെ 4 തലങ്ങളാണ്. പര, പശ്യന്തി, മധ്യമ, വൈഖരി. 299 നാമം നോക്കിയാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പൊ പര എന്ന് പറഞ്ഞാല് നാദബ്രഹ്മത്തിന്റെ 4 അവസ്ഥകളില് ആദ്യത്തെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ. പര എന്ന് പറയുന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. അപ്പൊ മൂലാധാരെ പരാപ്രോക്ത പശ്യന്തി നാഭി സംസ്ഥിത മധ്യമ ബുദ്ധി സംയുക്ത അഷ്ടസ്ഥാനേഷു വൈഖരി. ഇങ്ങനെയാണ് ഇവയുടെ സ്ഥാനം പറയുന്നത്. ഇത് ഇവയുടെ സ്ഥാനാശ്രിതമായിരിക്കുന്ന വിവരണമാണ്. അപ്പൊ കാരണബിന്ദു എന്ന് പറയപ്പെടുന്ന നാദം വായുവിന്റെ പ്രേരണ കൊണ്ട് ആദ്യം മൂലാധാരത്തില് വ്യഞ്ചിക്കുന്നു. അപ്പോ അതിന് പര എന്ന് പേര് പറയണു. മൂലാധാര പ്രഥമ മുദിത, കാരണം അവിടെയാണ് ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ടുള്ള ശബ്ദം. യച്ഛഭാവ പരാഖ്യ എന്ന ആപ്തവാക്യം. അപ്പൊ തുടർന്ന് വരുന്ന പല നാമങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിന് കുറച്ചുകൂടെ നമ്മൾ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഈ പദം അർഹിക്കുന്ന ആ ഒരു പര എന്നുള്ളത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ദേവിയുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ അരൂപവും നിർഗുണവുമായിരിക്കുന്ന പരാശക്തിയെ തന്നെയാണ് ആ ഒരു ശാസ്ത്രാന്തരങ്ങളിലെ പരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ പ്രളയാനന്തരം ലോകത്തിന്റെ പുനഃസൃഷ്ടിക്ക് കാരണം ഈ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ സൃഷ്ടിക്കപ്പെടേണ്ട പ്രാണികളുടെ ഗുണവിശേഷങ്ങൾ ബ്രഹ്മത്തിന്റെ തന്നെയാണ്. അപ്പൊ ബ്രഹ്മത്തിന്റെ തന്നെ രൂപഭേദങ്ങളായതുകൊണ്ട് മായാവൃതമായിരിക്കുന്ന ബ്രഹ്മം പ്രാണിവർഗ സൃഷ്ടിക്ക് ഉപയുക്തമാവത്തക്കവണ്ണം ഖനീഭൂതമായിരിക്കുന്നു. അപ്പോ ആ ഒരു സൃഷ്ടിക്ക് ഉദ്യുക്തമായിരിക്കുന്ന ഖനീഭൂത ബ്രഹ്മം രൂപമില്ലാത്തതായതുകൊണ്ട് ശാസ്ത്രങ്ങൾ അതിനെ കാരണബിന്ദു എന്നാണ് പറയുന്നത്. അതിന് രൂപമില്ല. അപ്പോ ഈ എന്താ പറയുക, കാരണബിന്ദു, അതിൽ നിന്ന് മായാ സംസർഗം കൊണ്ട് കാര്യബിന്ദുവും അതിൽ നിന്ന് നാദവും നാദത്തിൽ നിന്ന് ബീജവും ഉണ്ടാകണം. അപ്പൊ ഈ 3 വസ്തുക്കളെ യഥാക്രമം പരം, സൂക്ഷ്മം, സ്ഥൂലം എന്ന് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇവയില് പരം എന്ന് പറയുന്നത് ചിദ്രൂപവും സൂക്ഷ്മവും ചിത്തും മായയും ചേർന്നതും, സ്ഥൂലം അജിത്തും അതായത് ചിത്തല്ലാത്തത് മായാരൂപമായത് ആണെന്ന് നമുക്ക് പറയാം. അപ്പോ ഈ ഒരു ബ്രഹ്മാണ്ട സൃഷ്ടിക്ക് കാരണഭൂതമായ ഈ ത്രിവിധ രൂപം പിണ്ടാണ്ടങ്ങളില് മൂലാധാരത്തില് അതിസൂക്ഷ്മ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ശക്തിപിണ്ഡമെന്നും കുണ്ടലിനി എന്നുമൊക്കെ നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയാറുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് സൂക്ഷ്മ ബിന്ദു രൂപത്തില് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഖനീഭൂതമായിരിക്കുന്ന ബ്രഹ്മം ആ ഒരു പരം, സ്ഥൂലം, സൂക്ഷ്മം എന്നുള്ള 3ന്റെ സൃഷ്ടിക്കൊരുങ്ങുമ്പോൾ അത് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോ ആ സൃഷ്ടിന്മുഖത്തെ പ്രാപിക്കുമ്പോൾ അവ്യക്തവും ആ ഒരു മാംസകർണ ശ്രാവ്യവുമല്ലാത്തതുമായിരിക്കുന്ന ഒരു നാദം ഉണ്ടാകണം. ഈ നാദത്തെ ശക്തിബ്രഹ്മം എന്തോ ആ നാദബ്രഹ്മമെന്നോ നമുക്കതിനെ വിളിക്കാം. ഇപ്പൊ കാരണബിന്ദുവില് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന നാദബ്രഹ്മം സർവവ്യാപിയാണെങ്കിലും പിണ്ടാണ്ടത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ജീവന്റെ വാസനകൾക്ക് അനുസൃതമായി അതിന്റെ ഇച്ഛാശക്തിക്ക് വിധേയമാകുന്നു. അപ്പൊ ഇച്ഛാശക്തിയുടെ പ്രവർത്തനം ശരീരത്തിനുള്ളില് ആ ഒരു ആഭ്യന്തര പ്രയത്നത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ പ്രയത്ന ഫലമായി ഉണരുന്ന വായുവോട് ചേർന്ന് അംഗീകരിക്കപ്പെട്ട ശബ്ദബ്രഹ്മം മൂലാധാരത്തില് ശബ്ദരൂപമായിട്ട് ഉദ്ഭവിക്കണം. അപ്പൊ ശബ്ദോത്പത്തിക്ക് കാരണമായിരിക്കുന്ന ഈ അങ്കുരത്തെയാണ് നമ്മൾ പര എന്ന് വിളിക്കുന്നത്. അപ്പൊ പരാവാക്ക്, അതായത് പരാശബ്ദം മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് വായുവിനാൽ പ്രേരിതമായിട്ട് നാഭിയിൽ എത്തിച്ചേരുന്നു. വ്യക്തിയുടെ മനസ്സുമായിട്ട് ചേരുമ്പോൾ ചിന്താ വ്യാപാരങ്ങളുടെ സങ്കലനം കൊണ്ട് ആ ഒരു അല്പമാത്രമായിരിക്കുന്ന ചലനത്തോടു കൂടി ഇരിക്കുന്ന കാര്യബിന്ദുവായി തീരണം. ആ ശബ്ദത്തെയാണ് നമ്മൾ പശ്യന്തി എന്ന് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ പശ്യന്തി രൂപമായി തീർന്ന വാക്ക് വായുവിന് അതീതമായിട്ട് ഹൃദയത്തിലെത്തുമ്പോൾ ബുദ്ധിയോട് ചേർന്ന് കൂടുതൽ ചലനാത്മകത സ്വീകരിക്കണം. മനസ്സിന്റെയും ബുദ്ധിയുടെയും പ്രേരണയ്ക്കൊത്ത് വർത്തിക്കുന്ന ആ നാദത്തെ നമ്മൾ മധ്യമ എന്ന് വിളിക്കണം. വായു ഹൃദയത്തിൽ നിന്നും ആ നാദത്തെ മുഖത്തിലേക്ക് നയിക്കുന്നു. ആ ഒരു ശ്വാസകോശങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ആ ഒരു എന്താ പറയാ
നിർഗതമായിരിക്കുന്ന വായു പ്രവാഹത്തോട് ചേർന്ന് ജിഹ്വ, ഓഷ്ടം തുടങ്ങിയ ഉച്ചാരണ സ്ഥാനങ്ങളിലെ പല തലത്തില് തടഞ്ഞും ഞെരുങ്ങിയും വായുവിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോൾ അന്യർക്ക് കേട്ടറിയാവുന്ന അകാരാദി വർണ്ണ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന നാദം ഉണ്ടാകണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ വൈഖരി എന്ന് പറയുന്നത്. ഇപ്പൊ ഭാഷാ പ്രവർത്തനം വൈഖരി രൂപമാണ്. അധരം, ജിഹ്വ തുടങ്ങിയവരുടെ പ്രവർത്തനമാണ് അന്യർക്ക് കാണാവുന്ന, അതായത് അന്യർക്ക് കാണാവുന്നതായാലും ആകയാലും അതോടൊപ്പം തന്നെ വർണ്ണരൂപത്തിലായിരിക്കുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതിനാലും വൈഖരി തന്നെയാണ് നമ്മൾ വാക്ക് എന്ന് ധരിച്ചു പോണു. അപ്പൊ ശബ്ദോൽപത്തി എന്ന് പറയുന്നത് ആ ഒരു ശബ്ദോൽപത്തി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് അതിന്റെ ഉൽപ്പത്തി സ്ഥാനം ദൃശ്യമല്ല. ഉച്ചരിക്കപ്പെടുന്ന വർണ്ണങ്ങൾക്ക് പ്രേരകമായിരിക്കുന്ന ആ ഒരു എന്താ പറയാ ആ അവസ്ഥാത്രയങ്ങള്. അപ്പൊ ശബ്ദബ്രഹ്മത്തിന് മൂലാധാരം മുതൽ വന്നുകൂടുന്ന പരിവർത്തനവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയില് നാദബ്രഹ്മം വർണ്ണമായിട്ട് മാറുന്നതിന്റെ ആദ്യ പടിയായിട്ട് കണക്കാക്കേണ്ടതാണ് പര എന്നത്. ശരിക്കും ആ പര എന്നത് ദേവീ രൂപവുമായിട്ട് ഈ നാമത്തിൽ വിവരിക്കുകയാണ്. അപ്പൊ പര എന്ന ശബ്ദത്തില് അന്യമായ, കടന്നു നിൽക്കുന്ന, അകലെയുള്ള, ശ്രേഷ്ഠമായ തുടങ്ങിയ അർത്ഥങ്ങൾ എല്ലാത്തിനും അപ്പുറം നിൽക്കുന്നത് സർവശ്രേഷ്ഠമായ പരാശക്തി എന്നുള്ള അർത്ഥത്തിലൊക്കെ ഈ പദം നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പൊ ജീവാത്മാവ് കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന അവസ്ഥയ്ക്ക് പര എന്ന് പറയാറുണ്ട്. ആ അവസ്ഥയിലുള്ളവൾ, ജീവനെ ആ അവസ്ഥയിൽ എത്തിക്കുന്നവളെന്ന് നമുക്ക് അർത്ഥം എടുക്കാം. ഇപ്പൊ ജ്ഞാനത്തെ അഥവാ വിദ്യയെ പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും രണ്ടായിട്ട് തിരിച്ച് വ്യവഹരിക്കാറുണ്ട്. വേദാംഗങ്ങളെ കുറിച്ചുള്ള അറിവിന് അപരാവിദ്യ എന്നും അവ ഒഴികെയുള്ളതിന് പരാവിദ്യ എന്ന് പേര്. അപ്പൊ പരാവിദ്യ സ്വരൂപിണിയായിരിക്കുന്ന ദേവി, ഈ പക്ഷത്തില് ഈ അർത്ഥമാണ് നമുക്ക് ശരിയായിട്ടുള്ളത്. അപ്പൊ മായ എന്നുള്ള അർത്ഥത്തിലും ഈ പദം പ്രയോഗിച്ച് കാണുന്നുണ്ട്. അപ്പൊ മായാരൂപിണി എന്ന് ആ പക്ഷത്തില് നമുക്ക് അർത്ഥം എടുക്കണം. അപ്പോ ഇനി വരുന്ന കുറച്ച് നാമങ്ങളില് ദേവിയുടെ ശബ്ദബ്രഹ്മത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ശബ്ദ വാച്യാർത്ഥം ബ്രഹ്മം എന്നതിന് വലുതാകുന്നത്, വളരുന്നത്, ഇല്ലെങ്കിൽ തള്ളി പുറത്തേക്ക് വരുന്നത്, ഇല്ല എക്സ്പാൻഡിങ്, ഇവോൾവിങ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ നാമം ദേവിയുടെ പ്രകടമാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് പറയുന്നത്. ഇപ്പൊ അൺമാനിഫെസ്റ്റഡ് ഫോം ഓഫ് ബ്രഹ്മൻ. ഈ നാമം മനസ്സിലാക്കണമെങ്കിൽ അവിടുന്ന് കുറച്ച് നാമങ്ങൾ ഉള്ളത് നമ്മൾ, അതായത് ആ ഒരു ഉദ്ഭവം, വളർച്ചയൊക്കെ അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അതിനാണ് നമ്മളിപ്പോ ഇത് വിശദമായിട്ട് കണ്ടത്. അപ്പൊ ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ അതിന്റെ പ്രകാശ വിമർശ സ്വരൂപത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പോ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം പ്രകാശം എന്നത് ശിവനും വിമർശ സ്വരൂപം എന്നത് ശക്തിയുമാണെന്ന്. അപ്പൊ പരമേശ്വരൻ എന്നുള്ളത് പരമ എന്നുള്ള ആ ഒരു ഹയ്യസ്റ്റ് പരമേശ്വരൻ, ശിവൻ എന്നതെന്ന് പറഞ്ഞാൽ ആ പ്യുവർ ആയിരിക്കുന്ന, അൺബ്ലെമിഷ്ഡ്, ഇല്ലെങ്കിൽ സെൽഫ് ഇലൂമിനേറ്റിംഗ് ലൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. തനിയെ സ്വപ്രകാശമുള്ള ശക്തി. അപ്പൊ ശക്തിയാണ് വിമർശം, അല്ലെ? ശരിക്കും പറഞ്ഞാല് ആ ഒരു വിമർശം എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ഓഫ് പ്യുവർ ലൈറ്റ്. ആ പ്യുവർ ലൈറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് വിമർശം ഉള്ളത് കൊണ്ടാണ്, ശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പ്രകാശ വിമർശങ്ങളെ ഒരിക്കലും നമുക്ക് വേർതിരിക്കാൻ സാധ്യമല്ല. വാക്കും അർത്ഥവും തമ്മിൽ പിരിക്കാൻ സാധിക്കാത്തതുപോലെ പാർവതി എന്ന ശക്തിയെ പരമേശ്വരൻ എന്ന ശിവനിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പൊ ഒരു പ്രകാശം കാണുമ്പോൾ ഒരു വ്യക്തിക്ക് അത് പ്രകാശമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പൊ അതിനുള്ള അറിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം, ഇല്ലേ? ഒരു മെഴുകുതിരി കത്തുന്നത് കണ്ടാൽ അത് മെഴുകുതിരിയാണ്, വെളിച്ചം തരുന്നതാണ്, ഇങ്ങനെ ഒരു സാമാന്യ അറിവ് ഉണ്ടായിരിക്കണം. എന്നാല് ആ മെഴുകുതിരി പ്രകാശം കാണണമെങ്കിൽ കത്തിച്ചു വെച്ച മെഴുകുതിരിയെ കാണണം, ഇല്ലേ? അപ്പോ ആ ഒരു ലൈറ്റും വെളിച്ചവും അതിന്റെ കാഴ്ചയും രണ്ടാണ്. വെളിച്ചം എന്നത് കാഴ്ചക്കുള്ളതാണ്. എന്നാൽ മെഴുകുതിരി എന്ന് പറയുന്ന സോഴ്സ്, അല്ലെങ്കിൽ ആ സോഴ്സ് ഇല്ലെങ്കിൽ കാഴ്ച ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ ഇതുപോലെ ആ പ്രകാശം കൊണ്ടൊരു പ്രയോജനമില്ല അതിന്റെ റിഫ്ലക്ഷനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ. ഇപ്പൊ ലൈറ്റും അതിന്റെ ആ ഒരു എക്സ്പ്രഷനും കൂടി ചേർന്നിരിക്കുന്നതിനാണ് നമ്മൾ പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ പ്രകാശ വിമർശങ്ങൾ, അതായത് മായ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ശബ്ദം ഈ പൂർണ്ണ തത്വത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ആബ്സല്യൂട്ട് ഫോമിനെയാണ് നമ്മൾ പരാവാക് സ്വരൂപം എന്ന് പറയുന്നത്. ഈ പരാവാക് എന്നത് ആ ഒരു ആദിമ സ്വരൂപമാണ്. ഈ ദിശയിലുള്ള ശബ്ദത്തെ ഒരു ബീജമായിട്ട് കാണണം. അത് മുളച്ചിട്ടില്ല. ഈ വിത്ത് മുളയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ആ തുടങ്ങുന്ന സ്റ്റേജിനെയാണ് നമ്മൾ പശ്യന്തി എന്ന് പറയുന്നത്. പശ്യന്തി തലം.
ഈ തലത്തിൽ വിത്തിന് മുളയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ സ്റ്റെം അഥവാ തണ്ട് പ്രത്യക്ഷമായിട്ട് തുടങ്ങണു. അതിന്റെ വളർച്ചയുടെ യാത്ര ആരംഭിക്കാൻ തുടങ്ങുന്നതിന്റെ പ്രത്യക്ഷ ലക്ഷണമാണത്. ഒരു വൃക്ഷം അതിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് ഉറപ്പായെങ്കിലും അത് എന്തായിരിക്കും, എങ്ങനെയിരിക്കും, ചെറുതാണോ വലുതാണോ, ഫലങ്ങളുള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നമുക്ക് അറിയാൻ സാധ്യമല്ല. ഇതിൽ നിന്നുള്ള ചെറിയ വള്ളി ഒരു കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതിന്റെ ഇലകള് മറ്റുമുള്ളവർക്ക് ഇലകളും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്ത് വൃക്ഷമാണ്, ചെടിയാണെന്നൊക്കെ അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ഈ തലത്തെയാണ് നമ്മൾ മധ്യമ എന്ന് പറയുന്നത്. അങ്ങനെ ആ ചെറിയ ചെടി വളർന്ന് പൂർണ്ണത പ്രാപിച്ച് വൃക്ഷമായിട്ട് പൂക്കളും ഫലങ്ങളും തരാൻ തുടങ്ങുന്നു, കാണാൻ സാധിക്കുന്നു. അപ്പൊ അതിന്റെ വിത്ത് എന്താണ് എന്താണ് എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ആ വൃക്ഷത്തിനെ ആ ഒരു കംപ്ലീറ്റ് ഫോം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെയാണ് നമ്മൾ വൈഖരി തലം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 സ്റ്റേജസും ഈ ആബ്സല്യൂട്ട് എന്ന് പറയുന്ന പൂർണ്ണത്തിൽ നിന്നാണ് വരുന്നത്, അതിൽ നിന്നാണ് ഉണ്ടായത്. വിത്ത് പോലെ, അതാണ് ഉദാഹരണം. ഇപ്പൊ ആബ്സല്യൂട്ട് ഫോമിനെയാണ് നമ്മൾ പരാവാക്കെന്ന് പറയുന്നത്. അപ്പൊ പര എന്നത് എന്നാൽ ഹയസ്റ്റ് അല്ലെങ്കിൽ സുപ്രീം ഫോം എന്ന് തന്നെ നമുക്ക് പറയണം. വാക്ക് എന്നാൽ ശബ്ദം, അല്ലെ, എന്നർത്ഥം. അപ്പൊ പരാവാക്കെന്ന് പറഞ്ഞാൽ സുപ്രീം സൗണ്ട്, ഏറ്റവും ഉയർന്ന തരത്തിലുള്ള വാക്കെന്ന് ഈ അർത്ഥമെടുക്കാം. അപ്പൊ ഈ പര എന്ന ബിന്ദു രൂപത്തിൽ നിന്നാണ് ശബ്ദം ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു അവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്, വളരുന്നത്, വാക്കുകൾ എന്ന ഫലം തരുന്നത്. ഇങ്ങനെ പൂർണ്ണമായിട്ട് അർത്ഥത്തോടു കൂടി ഒരു വാക്കുണ്ടാകണം. ഒരു മനുഷ്യൻ ശരീരത്തില് ഈ പരാവാക്ക് കുണ്ടലിനിയുടെ രൂപത്തിൽ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യണമെന്ന് യോഗശാസ്ത്രം. ഈ ഏറ്റവും താഴത്തെ ആധാരത്തിൽ നിന്നാണ് ബീജാവസ്ഥയിൽ നിന്ന് വാക്ക് മുകളിലേക്ക് വരാൻ തുടങ്ങുന്നത്. മണിപൂരക ചക്രം എത്തുമ്പോൾ ചക്രത്തിൽ ഇപ്പോൾ അതെന്തായി പശ്യന്തി തലത്തിലെത്തുന്നു. അവിടെ നിന്ന് അനാഹത ചക്രത്തിൽ എത്തുമ്പോൾ അത് മധ്യമയായിട്ടും വിശുദ്ധ ചക്രത്തിൽ എത്തുമ്പോൾ വൈഖരിയായിട്ടും അവിടെ നിന്ന് ഫൈനൽ ആ ഒരു എന്താ പറയാ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനൽ ക്ലീനിങ് പ്രോസസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ചക്രത്തിൽ നിന്നും ശബ്ദത്തിന്റെ ആ ഒരു ഫിസിക്കൽ ഫോം, അതായത് സ്ഥൂല രൂപം ഉണ്ടാവുകയാണ്. ഇപ്പൊ വൈബ്രേഷൻ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ വിത്ത് എന്ന് പറയുന്നത് കുണ്ടലിനിയുടെ ആ ഒരു വൈബ്രേഷൻ ആണ്, കുണ്ടലിനി എനർജി തന്നെയാണ്, അഥവാ അതിന്റെ സീഡ് ഫോം, അല്ലെ? ഒരു സംഭാഷണം പറയാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് മൂലാധാരത്തിലെ ശബ്ദ ബ്രഹ്മമായിട്ട് രൂപാന്തരപ്പെട്ട് അത് സ്ഥൂല രൂപമാകാൻ വേണ്ടി മുകളിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. അത് വിശുദ്ധ ചക്രം എന്ന തൊണ്ടയിലൂടെ വൈഖരി രൂപത്തിലേക്ക് പുറത്തേക്ക് വരണം. ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി വരുന്നത് പോലെ ശബ്ദബ്രഹ്മം എന്നത് ബ്രഹ്മത്തിന്റെ ശബ്ദ സ്വരൂപമാണ്. അങ്ങനെ വാക്കുകൾ ഉത്ഭവിക്കുന്നതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ഒരു വാസ്തവിക തലത്തിലെ ഈ രണ്ട് ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ശബ്ദവും ഈ കാണുന്ന സ്ഥൂല പ്രകൃതിയാകുന്ന പ്രപഞ്ചവും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് അറിയാൻ നമുക്ക് സൃഷ്ടി തത്വത്തിലേക്കും കൂടി നോക്കണം. കാരണം സാഖ്യശാസ്ത്രം അനുസരിച്ച് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് 25 തത്വങ്ങളെ കൊണ്ടാണ്, അല്ലെ? ഈ 25 തത്വങ്ങൾ എന്നത് പുരുഷൻ, അതായത് ഇൻഡിവിജ്വൽ സോൾ, പ്രകൃതി എന്ന് പറയുന്ന നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി, ബുദ്ധി എന്ന് പറയുന്ന ഇന്റലക്ട്, ഈഗോ എന്ന് പറയുന്ന ആ ഒരു 5 തൊട്ട് 9 വരെ. ഇപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങള് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയവ, കർമ്മേന്ദ്രിയങ്ങള് 10 തൊട്ട് 14 വരെ, കാല്, കയ്യ് തുടങ്ങിയത്, തന്മാത്രകൾ എന്ന ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങള്, മഹാഭൂതങ്ങളായിരിക്കുന്ന വായു, ജലം തുടങ്ങിയവ, ഇങ്ങനെ അവസാന തത്വമായ ഈശ്വര തത്വവും. അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മവും പുരുഷൻ എന്നത് ഇൻഡിവിജ്വൽ സോൾ എന്ന ജീവാത്മാവുമാണ്. അപ്പൊ ഈ ജീവാത്മാവ് പല നാമരൂപങ്ങൾ കൈക്കൊള്ളുന്നത്. 24 തത്വങ്ങൾക്കും ഉപരിയാണ് ബ്രഹ്മതത്വം. പുരുഷൻ, പ്രകൃതി എന്നത് പിരിക്കാൻ സാധിക്കാത്ത തത്വമാണ്. എന്നാൽ അവ തമ്മിൽ വ്യത്യാസങ്ങളുമുണ്ട്. പുരുഷൻ എന്ന ജീവാത്മാവ് ശരിക്കും പറഞ്ഞാല് ആ ഒരു കോൺഷ്യസ് സ്പിരിറ്റ് വിത്ത് പോസിറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ പ്രകൃതി എന്നാൽ അൺകോൺഷ്യസ് മാറ്റർ വിത്ത് നെഗറ്റീവ് പ്രിൻസിപ്പിൾ. ഇപ്പൊ പുരുഷൻ പ്രകൃതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ഓപ്പോസിറ്റ് എനർജി അട്രാക്ട് ഈച്ച് അതർ, അല്ലെ? അപ്പൊ ആ പ്രകൃതി 21 തത്വങ്ങളിലൂടെ പ്രകടമായി ആ ഒരു പുരുഷനെ സന്ധിച്ച് സ്ഥൂല സൂക്ഷ്മ തലങ്ങളിൽ എത്തി. ആ ഒരു സ്ഥൂലം എന്നത് നമ്മൾ കാണുന്ന ഗ്രോസ് മാറ്റർ ആണ്. അപ്പൊ സട്ടിൽ എന്ന സൂക്ഷ്മതലം അന്ധകരണങ്ങളാണ്, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇങ്ങനെ ഇവ ചേരുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ് നമ്മൾ അവ്യക്തം അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ഫോം എന്ന് പറയുന്നത്. ഈ അവ്യക്തം എന്ന തലത്തില് തത്വങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന
ആ ഒരു എന്താ പറയാ ആ ഒരു തത്വത്തെ വരുന്നതിനെയാണ് നമ്മൾ മായ എന്ന തത്വമായിട്ട് പറയുന്നത്. ഇതിനെ ഒരു മായാപടം കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നു എന്ന് പറയണു അല്ലെ. ഇത് ആത്മാവിന്റെ ആ ഒരു കാർമിക് ഡെസ്റ്റിനിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതാണ് ശാസ്ത്രങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിയുടെ വികാസം. ഈ അൺമാനിഫെസ്റ്റഡ് ഫോം അഥവാ അവ്യക്തം എന്നതിനെയാണ് നമ്മൾ കാരണബിന്ദു എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു ആറ്റത്തിനേക്കാൾ ചെറുതാണ്. ഇപ്പൊ ബിന്ദു എന്നാല് ഒരു ഡോട്ട് അല്ലെ എന്നാണ് അതിനർത്ഥം. ഇപ്പൊ കാരണബിന്ദു എന്ന ആ ഒരു കാരണമായ സ്ഥലം ശരിക്കും പറഞ്ഞാല് അത് ശരിക്കും ഒരു ഒറിജിനേറ്റിംഗ് കോസ് എന്ന് നമുക്ക് പറയാം. സമയം പാകപ്പെടുമ്പോൾ കാരണബിന്ദുവിന് പ്രകടീകൃതമാകാനുള്ള സമയം മാറുമ്പോ അത് സ്പന്ദിക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ വൈബ്രേഷൻ തുടങ്ങുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അത് മാനിഫെസ്റ്റ് ആവാറായി, പ്രകടമാവാറായി എന്നാണ്. അപ്പൊ ഈ കാരണബിന്ദുവിൽ നിന്ന് അടുത്ത കാര്യബിന്ദു ഉണ്ടാവണം അല്ലെ. അത് എഫക്ട് ഡോട്ട് എന്ന് പറയും അതിന്. ആ ഒരു കാര്യബിന്ദുവിൽ നിന്ന് അടുത്ത ഒരു ബിന്ദു കൂടെ ഉണ്ടാകണം. ഇതിനെയാണ് നമ്മൾ നാദബിന്ദു എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സൗണ്ട് ഡോട്ട് എന്നൊക്കെ പറയാറുണ്ട്. എല്ലാ നാദങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത് ഈ നാദബിന്ദുവിലൂടെയാണ്. അപ്പൊ ഇതിൽ കൂടുതൽ ശുദ്ധീകരണം സംഭവിക്കുകയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം കാരണബിന്ദു എന്നത് മൂലാധാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് മുകളിലേക്കുള്ള പ്രയാണത്തിലാണ് അതിന് മാറ്റങ്ങള്, അതായത് മോഡിഫിക്കേഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് അത് കേൾക്കാൻ പാകത്തിന് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ പരയ്ക്ക് 3 തലങ്ങളാണുള്ളത്. യഥാർത്ഥമായിരിക്കുന്ന പര എന്ന സ്വരൂപത്തിന് പൂർണ്ണമായിരിക്കുന്ന ചൈതന്യം അഥവാ എനർജി തന്നെയാണ്. പ്രകടീകൃതമാകാൻ വേണ്ടി പരാതത്വം പരാപര എന്നുള്ള ആ ഒരു എന്താ പറയാ മോഡിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു മീഡിയോക്കർ തലത്തിലേക്ക് അത് വരികയാണ്. അത് പ്രകടമാകുന്ന സമയത്ത് എക്സാക്ട് ടൈം ഓഫ് മാനിഫെസ്റ്റേഷൻ അത് അപരയായിട്ട് തീരുന്നു. അപ്പൊ ഇവിടെ അതിന്റെ പൂർണ്ണത്വം നഷ്ടപ്പെട്ട് അത് പ്രകടീകൃതമാവുകയാണ്. അപ്പൊ ഈ 3 തലങ്ങളെയാണ് ശിവശക്തി നര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നത്. ഈ തലങ്ങളിലൂടെ ദേവി പര എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വരുന്ന നാമങ്ങളെല്ലാം തന്നെ പരയുടെ സുപ്രീം ഫോമിൽ നിന്ന് വരുന്ന ആ ഒരു എവല്യൂഷൻ ഓഫ് സൗണ്ടിനെയാണ് പറയുന്നത്. അപ്പൊ അതിനെ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് ശബ്ദബ്രഹ്മതലത്തിലാണ്. ഋഗ്വേദത്തിലും ശബ്ദത്തിന്റെ പ്രകടനത്തെ തന്നെയാണ് പറയുന്നത്. വാക്കിന് 4 തലങ്ങളാണുള്ളത്. ഇത് ബുദ്ധിമാന്മാർ മനസ്സിലാക്കണം. ഇപ്പൊ 3 രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് അർത്ഥങ്ങളൊന്നുമില്ല. ഇപ്പൊ മനുഷ്യര് 4ാമത്തെ തലമാണ് സംസാരിക്കുന്നത് അല്ലെ. ഈ 4 തലങ്ങളെ വേദങ്ങള് ഭൂർ ഭുവ സുവ എന്ന് പറയണു. ഇതാണ് പരാപശ്യന്തി മധ്യമ വൈഖരി എന്നുള്ളത്. ഇപ്പൊ പര എന്നത് പ്രഭവസ്ഥാനമാണ്, പശ്യന്തി ഹൃദയതലം, മധ്യമ എന്നുള്ളത് ബുദ്ധിതലം, വൈഖരി എന്നത് ഭാഷയിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ. ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത നാമങ്ങളെല്ലാം തന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ കാരണം ഇത് ഈ ഒരു പര എന്നുള്ള വാക്ക് നമ്മൾ മുഴുവൻ സമയവും, കാരണം ഈ ഒരു ലളിതാ സഹസ്രനാമത്തിലെ പരാശക്തിയായിരിക്കുന്ന ദേവിയെ പറയുമ്പോൾ പര എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് എന്താ പറയാ കൂടുതൽ അതിനെ കുറിച്ച്, അതായത് വാക്കിന്റെയൊക്കെ നമുക്ക് മറ്റുള്ള തലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ദേവി അടുത്തത് എന്താണ്? പര. അടുത്ത നാമം പ്രത്യക് ചിതിരൂപ. അപ്പൊ എന്താണ് പ്രത്യക് ചിതിരൂപ? പ്രത്യക് എന്ന് പറഞ്ഞാല് വിധേയമാകാതെ പ്രതിലോപമായിരിക്കുന്ന, രൂപ എന്ന് പറഞ്ഞാൽ രൂപമുള്ളവൾ, ചിതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പൊ അറിവിനും അപ്പുറത്ത് നിൽക്കുന്ന രൂപമുള്ളവൾ. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കണം. പശ്യന്തി പരദേവത, മധ്യമ, വൈഖരി, രൂപ, ഇതെല്ലാം ചേർത്ത് ശബ്ദത്തിന്റെ തലങ്ങളായിട്ട് തന്നെ പറയണം. ഇപ്പൊ പശ്യന്തി എന്ന് പറഞ്ഞാല് പ്രത്യക് ചിതി രൂപ പശ്യന്തി വാണിയിൽ നിറഞ്ഞവൾ. വാണി എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക്. അപ്പൊ വാക്ക് 4 തരം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. പരാവാണി അത് ആത്മാവിലുണ്ടാകുന്ന ഇച്ഛയാണ്. പശ്യന്തി വാണി അതിനെ തുടർന്ന് തലച്ചോറിലുണ്ടാകുന്ന സൂക്ഷ്മ സ്പന്ദനമാണ്. മധ്യമ വാണി തുടർന്ന് നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന സൂക്ഷ്മ സ്പന്ദനം. വൈഖരി വാണി തുടർന്നുണ്ടാകുന്ന കേൾക്കാവുന്ന ശബ്ദം. അപ്പൊ ഇങ്ങനെ പരദേവത, എല്ലാ ദേവതകളിലും ഉയർന്ന് ശ്രേഷ്ഠമായവർ. പരം എന്ന് പറഞ്ഞാല് ഏറ്റവും ഉയർന്നത്. മധ്യമ എന്ന് പറഞ്ഞാൽ മധ്യമ വാണിയിൽ നിറഞ്ഞവൾ. വൈഖരി രൂപ, വൈഖരി വാണിയിൽ നിറഞ്ഞവൾ. അപ്പോ മറ്റൊന്നും കൂടിക്കലരാതെ അവ്യക്ത രൂപത്തിലിരുന്ന ബ്രഹ്മം, ആ രൂപമായിട്ടുള്ളവൾ. പ്രത്യക് ചിതി രൂപ, മായാ സ്പർശമില്ലാത്ത അറിവ് സ്വരൂപമായിട്ടുള്ളവൾ. അപ്പൊ പ്രത്യക് എന്ന പദത്തിന് പിന്നാലെയുള്ള കൂടിക്കലരാത്ത എന്നൊക്കെ അർത്ഥം.
ഇപ്പൊ ചിതി ജ്ഞാനത്തെയും ജ്ഞാനവുമായി ബന്ധപ്പെട്ട ഗ്രഹണം, ധാരണ, ചിത്തം എന്നിവയാണ് കുറിക്കുന്നത്. ഇപ്പൊ പ്രതികൂലം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാല് ആ ഒരു പ്രത്യക്ചിതി എന്ന് പറയുന്ന ആ ഒരു തലം എന്ന് പറഞ്ഞാല് ആ ഒരു ബഹിർമുഖത്വം ഉപേക്ഷിച്ച് ആ ഒരു സ്വാത്മ അഭിമുഖമായിട്ട് അന്തർമുഖമായിട്ട് വർത്തിക്കുന്ന ബ്രഹ്മം, ആ ഒരു പ്രതീജി. അപ്പൊ ഇത് ചിതിയോട് ചേരുമ്പോഴാണ് അവ്യക്ത ബ്രഹ്മമായിട്ട് അതിനെയാണ് നമ്മൾ പ്രത്യക്ചിതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മം പരയായിട്ടും പിന്നീട് മുൻ നാമത്തിലെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ പ്രകാരം പശ്യന്തിയായിട്ടും മധ്യമയായിട്ടും വൈഖരിയായിട്ടും രൂപം പ്രാപിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത നാമത്തിലെ കാണുമ്പോ, നോക്കുമ്പോ പദാർത്ഥം, ആ ഒരു എന്ന പദാർത്ഥം, അതായത് പശ്യന്തി എന്ന് പറഞ്ഞാൽ സർവം സ്വാത്മനി കരണാനാം പശ്യന്തി. കാരണം ഈ പറഞ്ഞ ദേവിയുടെ പശ്യന്തി തലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശബ്ദത്തിന്റെ 4 അവസ്ഥകളിൽ രണ്ടാമത്തത്. അപ്പൊ പശ്യന്തിക്ക് ആ ഒരു ഉത്തീർണ എന്നും പേരുണ്ട്. ആ രൂപം ധരിച്ചവൾ പരദേവത, പരയായിട്ട് ആ ഒരു ശ്രേഷ്ഠമായ ദേവത, മറ്റുള്ള ദേവതകൾക്കെല്ലാം ശക്തി നൽകുന്ന പരാശക്തി. മധ്യമ എന്ന് പറഞ്ഞാല് ആ ഒരു മധ്യമത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. 367 നാമത്തിന്റെ വ്യാഖ്യാനത്തില് നാദത്തിന്റെ 4 അവസ്ഥകളിൽ മൂന്നാമത്തെ സ്വരൂപം, അതായത് മധ്യമ തത്വസ്വരൂപിണിയായവൾ. പശ്യന്തി മൂലാധാരത്തിൽ നിന്ന് ഉത്തീർണമായി നാഭിയോളം എത്തിയ നാദമാണ്, അല്ലെ? ഒരു പടി കൂടെ കടന്നെങ്കിലും വൈഖരിയെ പോലെ നമ്മൾ സ്ഫുടമായിട്ടുള്ള വർണ്ണരൂപം സ്വീകരിച്ചിട്ടില്ല. ആ നാദത്തിനെയാണ് നമ്മൾ മധ്യമ എന്ന് പറയുന്നത്. അപ്പൊ പശ്യന്തിക്കും വൈഖരിക്കും ഇടയ്ക്ക് നിൽക്കുന്നവൾ എന്ന ഈ പേര്. അപ്പൊ പശ്യന്തി എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, സ്ഫുടതയില്ലാതെ, അല്ലെ, ആ ഒരു പുറത്തേക്ക് വരാത്ത ആ ഒരു തലത്തിൽ ഇരിക്കുന്നവളെന്ന് യോഗശാസ്ത്രം. വൈഖരി രൂപമാവുമ്പോഴോ, വൈഖരി രൂപം പ്രാപിച്ചപ്പോഴത്തേക്ക് ആ ഒരു വിശേഷേണ ഖരമായത് എന്ന് ആ ഒരു വൈഖരി ശബ്ദത്തിന് അർത്ഥം പറയാം. അപ്പൊ പര, പശ്യന്തി, മധ്യമ എന്നീ അവസ്ഥകളിൽ നാദത്തിന് രൂപമില്ല. ഇപ്പൊ യോഗികൾക്കൊഴികെ ആ നാമങ്ങളെ തിരിച്ചറിയാനും സാധ്യമല്ല. ഇപ്പൊ ജീവന്റെ വാസനാശക്തികളും ശാരീരിക ധർമ്മങ്ങളുമായിട്ട് ചേർന്ന് ഘനീഭൂതമായിരിക്കുന്ന ആ ഒരു സ്വരവ്യഞ്ജനാത്മകമായിരിക്കുന്ന വർണ്ണരൂപം കൈക്കൊള്ളുന്നത് കൊണ്ട് ആ ഒരു ഖരത്വം ആരോപിച്ച വൈഖരി, അല്ലെ, ആ ഒരു എന്താ പറയുക, ഉൽപ്പത്തി നിശ്ചയം, അതായത് വർണ്ണത്തെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ കർണത്തെ പ്രാപിക്കുന്നത് കൊണ്ട് വൈഖരി. അപ്പൊ അരൂപമായിരിക്കുന്ന 3 നാദം വർണ്ണരൂപം പ്രാപിച്ച് കേൾക്കത്തക്കതായിട്ട് തീരുന്നത് കൊണ്ട് അതിന് വൈഖരി എന്ന് പേര്. അപ്പോ എന്താണ് ഈ പറഞ്ഞ വൈഖരി വായുവില്, അതായത് ഈ വൈഖരി എന്ന് പറയുന്നതിന് വായുവിൽ ആ ഒരു ഉന്നയിക്കപ്പെടുന്നത് കൊണ്ടാണ് അതിന് വൈഖരി എന്നുള്ള പേര്. വൈഖരി ശബ്ദത്തിന് വിൽപ്പത്തി സ്വീകരിച്ചാലും വർണ്ണരൂപമായിരിക്കുന്ന നാദം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ വൈഖരി രൂപിണി എന്ന് ആ ദേവിയെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ നാമങ്ങളെല്ലാം തന്നെ എന്താ പറയാ, ചേർന്നിരിക്കുന്ന നാമങ്ങളാണ്, ഇല്ലേ? പ്രത്യേക എന്ന് പറഞ്ഞാല് ടേൺഡ് ടുവേർഡ്സ്, ആ ഒരു ടുവേർഡ്സ് ദ ഇന്നർ സോൾ. അപ്പൊ ചിത്ത് എന്നാല് കോൺഷ്യസ്നെസ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ദേവി നമ്മുടെ ഉള്ളിലെ ഇന്നർ കോൺഷ്യസ്നെസ്, അഥവാ ഇന്നർ സെൽഫ് ആണ്, അല്ലെ? ഇപ്പൊ പ്രത്യേക് എന്ന് പറയുന്നത് പരക് എന്ന് പറയുന്നതിന്റെ വിപരീതമാണ്. ഇന്ദ്രിയങ്ങളുടെ സഹായത്തിലൂടെ അകത്തേക്ക് തിരിയുക. അപ്പൊ ഇന്നർ കോൺഷ്യസ്നെസ് എന്നതാണ് ഏറ്റവും ഉയർന്ന തലം, അല്ലെ? ഇപ്പൊ ജീവൻ സദാ ഈ ഉള്ളിലെ ആത്മാവുമായിട്ട് ഇന്ററാക്ട്, അതായത് സംവേദനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ജീവൻ. അപ്പൊ ആ ഒരു ഉയർന്നതും താഴ്ന്നതുമായിരിക്കുന്ന ബോധതലം എന്ന് പറയുന്ന പൂർണ്ണമായ മനസ്സിന്റെ ശുദ്ധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ മനഃശുദ്ധി അഥവാ പ്യൂരിറ്റി ഓഫ് മൈൻഡ് എന്നത് പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അന്തർമുഖം എന്നാൽ ഉള്ളിലേക്ക് തിരിയുക എന്നാൽ എന്താ? ആ ഒരു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലൈഫ് എനർജി ആൻഡ് ഓർ പ്രാണ വിത്ത് കോൺഷ്യസ്നെസ് ഓർ ചിത്ത്, അല്ലെ? ചിത്തും പ്രാണനുമായിട്ടുള്ള ഒരു സംവേദന എന്നൊക്കെ നമുക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന മൂലപ്രകൃതി. അപ്പൊ ഇതാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപം. പക്ഷെ ദേവിയെ ഉള്ളിലെ ചിത് ശക്തിയായിട്ട് പറയുമ്പോൾ അൺമാനിഫെസ്റ്റഡ്, അതായത് ബ്രഹ്മം ഫോമായിട്ട് പുറത്ത് ഫോമായി പറയാം. ഇത് 397 നാമത്തിൽ അല്ലെങ്കിൽ 398 മൂലപ്രകൃതി അവ്യക്ത അതിൽ വിശദമാക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരനും ഈശ്വരനിൽ ഇന്ദ്രിയങ്ങളും ഉണ്ടായി. അത് ഉണ്ടായപ്പോൾ തന്നെ പുറത്തേക്കാണ് തുറന്നിരുന്നത്. അതുകൊണ്ടാണ് ജന്തുക്കൾക്ക് പുറത്തുള്ളതേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയാൻ കാരണം, അകത്തുള്ളത്
അറിയുന്നേ ഇല്ല. അപ്പൊ അനേക ജന്മങ്ങളില് ഏതെങ്കിലും ഒരു ജന്മത്തില് ബുദ്ധിയുള്ള ഒരു ജീവൻ അമൃതത്വം കാക്ഷിക്കുമ്പോൾ മാത്രമാണ് തന്റെ ഇന്ദ്രിയങ്ങളെ പുറമേ നിന്ന് ഉള്ളിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ മാത്രമേ തന്റെ ആത്മാവിനെ കാണാനും അറിയുവാനും സാധിക്കുന്നുള്ളൂ. അപ്പൊ ശബ്ദത്തിന്റെ ആ ഒരു പരിണാമത്തില് രണ്ടാമത്തെ തലമാണ് പശ്യന്തി. അപ്പൊ ശിവശക്തി പൂർണ്ണമായിട്ട് സംയോജിച്ചിരിക്കുന്ന തലമാണ് പര. അപ്പൊ ഈ തലത്തിൽ നിന്നാണ് രണ്ടാമത്തെ തലമായിരിക്കുന്ന പശ്യന്തിയിലേക്ക് എത്തുന്നത്. ഇവിടെയാണ് ആദ്യത്തെ വ്യത്യാസം സംഭവിക്കുന്നത്. കാരണം വൈഖരി തലത്തിൽ എത്തുന്നത് വരെയുള്ള യാത്രയിലെ ആദ്യത്തെ മാറ്റം, അതായത് എവല്യൂഷൻ ഓഫ് സ്പീച്ച് എന്ന് പറയാം. ഈ തലത്തിലെ ശബ്ദം കൂടുതൽ വ്യക്തമാകും, പക്ഷെ കേൾക്കാൻ സാധ്യമല്ല. പക്ഷെ ഉണ്ടെന്നറിയാം. നേരത്തെയുള്ള നാമം പറയുന്നു നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇന്നർ കോൺഷ്യസ്നെസ്സിനെ അറിയാൻ സാധിക്കുള്ളൂ എന്ന്, അല്ലെ? ഒരിക്കൽ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഈ ആത്മാവിനെ അറിഞ്ഞാല് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇതുവരെയുള്ള കാഴ്ചപ്പാടില് മാറ്റം ഉണ്ടാകണു. ആത്മാവ് എന്നത് എല്ലാവരിലും ഒന്ന് തന്നെയാണ്. ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിയും. അപ്പൊ പശ്യന്തി എന്നത് ഈ തലമാണ്. ഈ നാമം അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ വാക്കിന്റെ ശബ്ദത്തിന്റെ ആദ്യവും അവസാനവും ഈ പരാശക്തി തന്നെയാണ്. ശബ്ദം ഉണരുന്നതും ലയിക്കുന്നതും ദേവിയിലാണ്. അപ്പൊ ആ ദേവത ആരാണ്? പരദേവത, അല്ലെ? പരദേവതയായ ദേവിയിൽ നിന്നാണ് മറ്റ് ദേവദേവന്മാർക്കുള്ള ശക്തി ലഭിക്കുന്നത്. അപ്പൊ ദേവിയാണ് ഏറ്റവും ഉയർന്ന സ്ഥലത്തിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ മധ്യമ എന്ന് പറഞ്ഞാലോ? അപ്പൊ പശ്യന്തിയിൽ നിന്ന് ഉയർന്ന തലമാണ് മധ്യമ. അപ്പൊ ഇതിനെ ശബ്ദത്തിന്റെ പ്രഭവസ്ഥാനവും അവസാനവും അതിനെ യോജിപ്പിക്കുന്ന ഭാഗമായിട്ട് പറയാം. അപ്പൊ ഇവിടെയാണ് ആ ഒരു ദ്വൈത ഭാവന ആരംഭിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സില് തീരുമാനങ്ങള്, അഭ്യൂഹങ്ങള്, പഠനങ്ങള്, തീരുമാനങ്ങള്, റീസണിങ് എന്ന എല്ലാം നടക്കുന്നത്. അപ്പൊ മനസ്സിനെല്ലാം അറിഞ്ഞ് വിലയിരുത്തുവാനും ഒരു തിരിച്ചറിവ് കൈവരുകയാണ്. ഈ തലത്തിലാണ് ബുദ്ധി എന്നുള്ള അന്ധകരണത്തിന്റെ ഒരു ഭാഗം കോൺഷ്യസ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ തലത്തില് ഒരാള് തന്നോട് തന്നെ സംസാരിക്കാനും മന്ത്രങ്ങൾ ഉരുവിടാനും ഒക്കെ സാധിക്കും. കാരണം മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ആ ഒരു ഇന്നർ സെൽഫ് അഥവാ ആത്മാവ് മാത്രമാണ് കേൾക്കേണ്ടത്, പുറത്തുള്ളവരല്ല. അതുകൊണ്ടാണ് നമ്മൾ വൈഖരിയില് മന്ത്രജപം ചെയ്യരുത്, ഉള്ളിലാണ് മന്ത്രജപം ചെയ്യണമെന്ന് പറയാൻ കാരണം. നമ്മൾ ചുണ്ടനക്കാൻ പോലും പാടില്ല. ആത്മാവിന് മാത്രം കേൾക്കാനുള്ള മന്ത്രമാണ് അകത്ത് ജപിക്കേണ്ടത്. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാൽ ത്രായതേ, അല്ലെ? നമ്മൾ ജപിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നതിനെയാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഈതറിക് ബോഡി പോലും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. ഈ തലത്തില് അട്ടറിങ് സെൽഫ് മാത്രമാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ടാണ് ചുണ്ടനക്കി ജപിക്കുന്നത് ഇവിടെ ഇവിടെ തുടങ്ങാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ നാവ് നമ്മുടെ പാലറ്റ് ഏരിയയിൽ, അത് അണ്ണാക്കിന്റെ അവിടെ നമ്മൾ വച്ച് ദൃഢമായിട്ട് ചുണ്ട് അടച്ച് നമ്മുടെ ചെവിയില്, അതായത് നമുക്ക് ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റണം നമ്മുടെ ഉള്ളിലെ ജപം. യാതൊരു വിധത്തിലുള്ള ശരീരം അനക്കാതെ, ചുണ്ടനക്കാതെ, നാവ് അനക്കാതെ നമ്മുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങള് നമ്മുടെ സ്വന്തം ചെവിയിൽ കേൾക്കുന്ന നാദത്തിൽ വേണം കേൾക്കാൻ. അപ്പൊ ചുണ്ടനക്ക് ജപിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ തുടങ്ങാം നമുക്ക്. ഇനി അടുത്ത നാമങ്ങൾ ഈ ശബ്ദത്തിന്റെ പ്രകടീകൃത ഭാവത്തെയാണ് വെളിവാക്കുന്നത്. അതാണ് വൈഖരി രൂപം. വൈഖരി എന്നത് ശബ്ദത്തിന്റെ രൂപീകരണത്തിന്റെ 4ാമത്തെ തലം. ഈ തലത്തിലാണ് വൈഖരി കേൾക്കാൻ തുടങ്ങുന്നത്. ഈ ശബ്ദത്തിന് വൈഖരി എന്ന് പേര് വരാൻ കാരണം തന്നെ ഇത് പ്രാണന്റെ ഒരു മോഡിഫൈഡ് രൂപമാണ്, അല്ലെ? ഒരു മായാ വൈഖരി എന്നുള്ള പേരിലാണ് ഈ സ്റ്റേജിനെയാണ് നമ്മൾ അപര, അല്ലെ, നോൺ സുപ്രീം സ്റ്റേജ് ഓഫ് എവല്യൂഷൻ ഓഫ് സൗണ്ട് എന്നൊക്കെ പറയുന്നത്. പൂർണ്ണമായിരിക്കുന്ന ലൗകിക ദശയിലേക്ക് എത്തുന്നത്. ഈ വ്യവഹാരിക ദശ എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസ് എന്ന മായയുടെ 2 തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ തിയറി ഓഫ് എവല്യൂഷൻ ഓഫ് സ്പീച്ച് പൂർണ്ണമായിട്ടും പ്രാണശക്തിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇപ്പൊ ചെറുതായി ഉണ്ടായിരുന്ന ശബ്ദം മധ്യമയിലൂടെ വരുന്നത് പൂർണ്ണമായിട്ടും സംസാരമായിട്ട് പുറത്തേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ വൈഖരി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആഗ്രഹമാണ് ആ ഒരു സംസാരത്തിന്റെ അടിത്തറ എന്ന് പറയാൻ. മാത്രമല്ല പിന്നെ അത് ആ ഒരു കോൺഷ്യസ്നെസ്സിൽ ലയിക്കുകയും ചെയ്യും. സദാ എല്ലാ നാമത്തിലും ഈ കോൺഷ്യസ്നെസ്സിന്റെ പ്രാധാന്യത്തെ എടുത്തു പറയുന്നുണ്ട്. അപ്പോ അടുത്ത നാമത്തിൽ നമ്മൾ ദേവിയെ ആരായിട്ടാണ് കാണുന്നത്? ഭക്തമാനസ ഹംസിക. ഭക്തരുടെ മാനസത്തില് ഹംസികയായിട്ട്, അതായത് മാനസ സരസില് ഭക്തന്മാരുടെ എന്താ പറയാ മാനസമായിരിക്കുന്ന മാനസ സരസില് ഹംസമായിട്ട് വിളങ്ങുന്നവൾ, അല്ലെ? നമ്മുടെ ഇതേ അപരാജിതം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് ഭക്തമാനസ ഹംസിക എന്ന് പറഞ്ഞ ദേവിയുടെ ഈ ഒരൊറ്റ നാമത്തെ അധികരിച്ച്
വീഡിയോസ് ഉണ്ട്, കൂടുതലായിട്ട് നമുക്ക് അതിൽ കേട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. കാരണം മാനസം എന്ന പദത്തില് ശ്ലേഷം മനസ്സ് അതായത് മാനസ സരസ് അല്ലെ എന്ന അർത്ഥം എടുക്കണം. അപ്പൊ മാനസ സരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമവാനിലുള്ള ഒരു തടാകമാണ് ഇല്ലേ? ബ്രഹ്മാവ് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ പേര് വന്നത്. അപ്പൊ മാനസ സരസില് ഹംസങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അവിടെ ഹംസങ്ങള് ഉണ്ടെന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഹംസങ്ങൾക്കാണ് മാനസ സരസ് പ്രധാനം. അത് പുരാണ പ്രസിദ്ധമാണ്. ഹംസങ്ങൾ എന്ന് പറഞ്ഞാല് മാനസ സരസിലെ പോലെ ഹംസങ്ങൾ എങ്ങനെയാണോ മാനസ സരസിൽ നീന്തി തുടിക്കുന്നത്, അതുപോലെ ഭക്തരുടെ മനസ്സിൽ വിഹരിക്കുന്നവളാണ് ദേവി, ഭക്തപ്രിയ അല്ലെ? വളരെ മനോഹരമായിരിക്കുന്ന ഒരു നാമമാണ് ഭക്തമാനസ ഹംസിക. ഭക്തന്മാരുടെ മാനസത്തിലെ ഹംസമായവൾ. ഇപ്പൊ മാനസം എന്ന് പറഞ്ഞാൽ എന്താ? മാനസ സരസ് തന്നെയാണ്. ഹംസിക എന്ന് പറഞ്ഞാൽ പെൺ ഹംസം. അപ്പോ ഈ ഭക്തമാനസ ഹംസിക എന്ന് പറയുന്ന 372ാമത്തെ നാമത്തില് നമ്മുടെ 10ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ഒരു എന്താ പറയാ 11ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന്റെ പേര് പീഠാനി അംഗദേവതാ സ്വരൂപം. അതായത് ആ ഒരു 373ാമത്തെ നാമം കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയ ജാലന്ധരസ്ഥിത ഉഡ്യാണപീഠ നിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗ ക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത എന്ന് പറയുന്ന വളരെ ഉയർന്ന നാമങ്ങളാണ്. ദേവിയുടെ എന്താ പറയാ പീഠങ്ങള് എന്തൊക്കെയാണ്? ദേവിയുടെ എന്താ പറയാ ഓരോ പീഠങ്ങൾ, ഉഡ്യാണ പീഠം, കാമരൂപ പീഠം, ഇങ്ങനെ ദേവിയെ സംബന്ധിച്ച് ശക്തിപീഠങ്ങൾ 51 ശക്തിപീഠങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിയുന്ന നാമങ്ങളാണ് ഈ വരുന്നതെല്ലാം തന്നെ. അപ്പൊ ഈ എന്താ പറയാ 10ാമത്തെ അധ്യായം, അതായത് ക്ഷേത്രജ്ഞ സ്വരൂപം എന്ന് പറയുന്ന ആ ഒരു 10ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത അധ്യായം അതിന്റെ ആദ്യം ഒരു സംഗ്രഹം കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ 41 നാമങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദേവിയുടെ പീഠാനി അംഗദേവത എന്ന് പറയുന്ന ആ സ്വരൂപത്തെ നമുക്ക് അടുത്ത സത്സംഗത്തിൽ തുടങ്ങാം. ആദ്യം സംഗ്രഹം കേട്ടതിന് ശേഷം നാമങ്ങളിലൂടെ പോകാം. ഇപ്പൊ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.